عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن والاه. أما بعد. ബഹുമാന്യരായ സഹോദരങ്ങളെ, വിദ്യാർത്ഥികളെ, കിതാബ് തൗഹീദാണ് നമ്മൾ പഠിച്ചു വന്നത്. അതിലടുത്തതായി നമുക്ക് പഠിക്കേണ്ട അധ്യായം ഷെയ്ഖുൽ ഇസ്ലാം മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുല്ലാ അതിന് തലക്കെട്ട് നൽകിയത് സൂറത്തുൽ ബഖറയിലെ 165-ാമത്തെ ആയത്താണ്. അദ്ദേഹത്തിന് ചില അധ്യായം തലക്കെട്ട് ചിലപ്പോൾ ആയത്തായിരിക്കും നൽകുക. ആ ആയത്തിലൂടെ എന്താണ് ഈ അധ്യായത്തിൽ ഉദ്ദേശിച്ചത് എന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അദ്ദേഹം പറഞ്ഞു, ബാബു ഖൗലില്ലാഹി തആല വമിനൻ നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ് വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. അദ്ദേഹത്തിന്റെ അധ്യായങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ ക്ലാസ് വരെയുള്ള അധ്യായങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അതിൽ കാണാൻ സാധിക്കുന്നത്, ആദ്യം തൗഹീദിനെ കുറിച്ച് പറഞ്ഞു, അതിന്റെ അടിസ്ഥാനത്തെക്കുറിച്ചും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും, പിന്നീട് അതിന്റെ നേർവിപരീതമായ ഷിർക്കിനെ കുറിച്ച് പറഞ്ഞു. പിന്നീട് ആ ഷിർക്കിന്റെ വ്യത്യസ്ത രൂപങ്ങളാണ്, ഇനങ്ങളാണ് അദ്ദേഹം ഓരോ അധ്യായത്തിലൂടെ വിവരിച്ചത്. ആ വിവരിച്ച അധ്യായങ്ങളിലെല്ലാം നമ്മുടെ ശരീരാവയവങ്ങൾ കൊണ്ട്, നാവ് കൊണ്ടാകട്ടെ അല്ലെങ്കിൽ ശരീരത്തിന്റെ മറ്റ് അവയവങ്ങൾ കൊണ്ട് നമ്മൾ ആളുകൾ ചെയ്യുന്ന ഷിർക്കിനെ കുറിച്ചിട്ടാണ്, ജനങ്ങൾ ചെയ്യുന്ന ഷിർക്കിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം പ്രതിപാദിച്ചത്. അതിനുശേഷം ഈ അധ്യായം മുതൽ അഅ്മാലുൽ ഖുലൂബ്, ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ഷിർക്കിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം ചർച്ച ചെയ്യുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ടതും വളരെയധികം നാം ശ്രദ്ധിക്കേണ്ടതുമായ ഒരു കാര്യമാണ് അദ്ദേഹം ഒന്നാമതായി നൽകിയത്. അത് ഉബൂദിയത്തുൽ മഹബ്ബത്തി ലില്ലാഹ് സുബ്ഹാനഹു വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള മഹബ്ബത്തിനാൽ ഉള്ള ഇബാദത്തിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം ചർച്ച ചെയ്യുന്നത്. മഹബ്ബ, സ്നേഹം എന്ന് പറയുന്നത് അതിന് കൂടുതൽ വിശദീകരണം ആവശ്യമില്ല. അതിന്റെ വാക്കിൽ നിന്ന് തന്നെ എന്താണ് മഹബ്ബത്ത് എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. മഹബ്ബത്ത് എന്ന് പറയുന്നത്, സ്നേഹം എന്ന് പറയുന്നത്, അതാണ് ഇബാദത്തിന്റെ മജ്ജ എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന ഏതൊരു ഇബാദത്തിനും അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള അതിയായ സ്നേഹം ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അപ്പോഴാണ് അത് ഇബാദത്തായി തീരുന്നത്. ഈമാനിന്റെ റൂഹാണെന്ന് അതിനെ പറയാം. ഒരാൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ അതിന്റെ റൂഹാണ്. ശരീരത്തിന് റൂഹിന് എത്രമാത്രം പ്രാധാന്യമുണ്ടെന്ന് നമുക്കറിയാം. അതുപോലെ ശരീരത്തിന് റൂഹിന് പ്രാധാന്യമുള്ളതുപോലെ ഈമാനിന്റെ റൂഹാണ് മഹബ്ബത്ത് എന്ന് പറയുന്നത്. ഇസ്ലാമാകുന്ന വൃക്ഷത്തിന്റെ കാണ്ഡമാണ്, അതിന്റെ തടിയാണ് നമുക്ക് മഹബ്ബത്ത് എന്ന് വേണമെങ്കിൽ പറയാം. അതായത് ദുനിയാവിലും ആഖിറത്തിലും ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും സൗഭാഗ്യവും ഈ മഹബ്ബത്തിലൂടെയാണ് ഉണ്ടാകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ, അവന്റെ ദീനിനെ, അവൻ സ്നേഹിക്കുന്നവയെ സ്നേഹിക്കുമ്പോഴാണ് എല്ലാ ഖൈറുകളും ദുനിയാവിലും ആഖിറത്തിലും ആളുകൾക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് മുഴുവൻ ഇബാദത്തുകളും അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള മഹബ്ബത്തിലേക്ക് മടങ്ങുന്നതിനാൽ ഇതിനെക്കുറിച്ച് പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഈ മഹബ്ബത്ത് അതെപ്പോഴാണ് ശർഈയാകുന്നത്, ശരീഅത്തിനോട് യോജിക്കുന്നത്, എപ്പോഴാണ് അതിനേക്ക് പുറത്തു പോകുന്നത് എന്ന് നമ്മൾ കൃത്യമായി അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. നോക്കൂ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അദ്ദേഹത്തിന്റെ ജനതയോട് സംവദിക്കുന്ന, അതായത് അവരെ റബ്ബിനെ പരിചയപ്പെടുത്താൻ വേണ്ടി ആദ്യം സൂര്യനെ കാണിക്കുകയും ഇതെന്റെ റബ്ബാണെന്ന് അവരോട് പറയുകയും പിന്നീട് അത് മാഞ്ഞുപോയപ്പോൾ എന്റെ റബ്ബ് മാഞ്ഞുപോകുകയില്ല, അങ്ങനെ ചന്ദ്രനെ കാണിക്കുകയും അത് മാഞ്ഞുപോയപ്പോൾ റബ്ബ് അങ്ങനെയാകുകയില്ല എന്നവരെ ബോധ്യപ്പെടുത്തുകയുണ്ടായി. അവിടെ അദ്ദേഹം പ്രയോഗിച്ച വാക്ക് ഖാല ലാ ഉഹിബ്ബുൽ ആഫിലീൻ, മാഞ്ഞുപോകുന്നതിന് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പണ്ഡിതന്മാർ പറഞ്ഞത് അദ്ദേഹം ലാ അഅ്ബുദു എന്നോ
ഞാൻ ഇബാദത്ത് ചെയ്യുന്നില്ല എന്നോ അല്ലെങ്കിൽ ഞാൻ അതിൽ പ്രതീക്ഷ വെക്കുന്നില്ല എന്നോ ഭയപ്പെടുന്നില്ല എന്നോ ഉള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ടില്ല. മറിച്ച് ലാ ഉഹിബ്ബു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് പറഞ്ഞത്. കാരണം ഇബാദത്തിന്റെ മജ്ജയാണ് മഹബത്ത് എന്ന് പറയുന്നത്. അതായത് ലാ ഉഹിബ്ബു എന്ന് പറഞ്ഞാൽ അതിൽ യഥാർത്ഥ രൂപത്തിലുള്ള ഇബാദത്ത് ഞാൻ അതിനെ അർപ്പിക്കുന്നില്ല, അതിനോട് അർപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞതിന് തുല്യമാണ്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളമായി ഈ മഹബത്ത് അത് വർദ്ധിക്കാൻ, ഹൃദയത്തിൽ വർദ്ധിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആലയോട് പ്രാർത്ഥിച്ചത് കാണാം. മഹബത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കാനാണ് ഇത്തരം കാര്യങ്ങൾ ആമുഖത്തിൽ പറയുന്നത്. അവിടുന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ട്, അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഹുബ്ബക്, അല്ലാഹുവേ ഞാൻ നിന്റെ സ്നേഹം നിന്നോട് ചോദിക്കുകയാണ്. വഹുബ്ബ മൻ യുഹിബ്ബുക്, നീ ആരൊക്കെയാണോ ഇഷ്ടപ്പെടുന്നത് അവരുടെ ഹുബ്ബും അവരുടെ സ്നേഹവും ഞാൻ നിന്നോട് ചോദിക്കുന്നു. വഹുബ്ബൽ അമലില്ലദീ യുഖർരിബുനി ഇലാ ഹുബ്ബിക്, നിന്നിലേക്ക് നിന്റെ മഹബത്തിനെ എനിക്ക് ലഭ്യമാക്കുന്ന അതിലേക്ക് അടുപ്പിക്കുന്നതായ മുഴുവൻ പ്രവർത്തനങ്ങളോടുള്ള ഹുബ്ബും ഞാൻ നിന്നോട് ചോദിക്കുകയാണ്. അല്ലാഹുവിലേക്ക് അടുപ്പിക്കുന്ന അവന്റെ മഹബത്തിന് പാത്രമാകുന്ന ഏതൊക്കെ ഇബാദത്തുകളുണ്ടോ അതിനെല്ലാം എനിക്ക് സ്നേഹിക്കണം, അത് ഞാൻ നിന്നോട് ചോദിക്കുകയാണ് എന്ന് നമുക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത് കാണാൻ സാധിക്കും. എൻ സഹോദരങ്ങളെ, മഹബത്തിനെ നമ്മൾ മൊത്തത്തിൽ നോക്കിയാൽ, സ്നേഹത്തിനെ നമ്മൾ മൊത്തത്തിൽ നോക്കിയാൽ അതിന് പ്രധാനമായും രണ്ടായി വേർതിരിക്കാൻ പറ്റും. പണ്ഡിതന്മാർ പറയുന്നത്, ഒന്ന് മഹബത്തുൻ മുശ്തറക, രണ്ട് മഹബത്തുൻ ഖാസ. എന്താണ് മഹബത്തുൻ മുശ്തറക എന്ന് പറയുന്നത്? അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്, മഹബത്തുൻ മുശ്തറക എന്നുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അത് അള്ളാഹുവോടുള്ള ഒരാളോട് മാത്രമുള്ള സ്നേഹമായിരിക്കുകയില്ല, മറിച്ച് അത് ആ സ്നേഹം പങ്കുവെക്കപ്പെടുന്ന രൂപത്തിലുള്ള സ്നേഹമാണ്. രണ്ടാമത് പറഞ്ഞത് മഹബത്തുൻ ഖാസ, ഒരുവനോട് മാത്രമുണ്ടായിരിക്കേണ്ട സ്നേഹമാണ്. ഇത് രണ്ടും വിശദീകരിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത്തരം ആമുഖങ്ങൾ മനസ്സിലാക്കിയാൽ, മഹബത്തിന്റെ ഇനങ്ങൾ മനസ്സിലാക്കിയാൽ, പിന്നീട് ഈ അധ്യായത്തിൽ പറഞ്ഞ 2 ആയത്ത്, 2 ഹദീസ്, 2 അസർ, ഇതാണുള്ളത് ഈ അധ്യായത്തിൽ. അതിന് ശരിയായിട്ടുള്ള ആശയം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ ഒന്നാമത്തേത് പറഞ്ഞത് അൽ മഹബത്തുൽ മുശ്തറക എന്നാണ്. മുശ്തറക്കായ, വിഭജിക്കപ്പെടുന്ന, വ്യത്യസ്തമായി ആളുകൾക്ക്, ഒന്നിലധികം ആളുകളോട് ഉണ്ടായേക്കാവുന്ന സ്നേഹം, അതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. പണ്ഡിതന്മാർ പറയുന്നു അതിനെ പ്രധാനമായും 3 ഇനങ്ങളായി വേർതിരിക്കാം. ഈ മഹബത്തുൽ മുശ്തറക്കയെ 3 ഇനങ്ങളായി വേർതിരിക്കാം. അതിലൊന്നാമത്തേത് അൽ മഹബത്തു ത്വബീഇയ്യ, അൽ മഹബത്തു ത്വബീഇയ്യ, അതായത് പ്രകൃതിയാൽ ഓരോരുത്തരുടെയും മനസ്സിൽ ചില കാര്യങ്ങളോട് സ്നേഹമുണ്ടാകും. ചില ആളുകൾക്ക് ചില ഭക്ഷണങ്ങൾ ഇഷ്ടപ്പെടും, ചില പാനീയങ്ങൾ ഇഷ്ടപ്പെടും. അതുപോലെയുള്ള ദുന്യവിയായ ചില കാര്യങ്ങൾ, ചില നാട്, ചില പ്രത്യേക കാലാവസ്ഥകൾ, ഇതൊക്കെ മനുഷ്യ സഹജമാണ്. അങ്ങനെയുള്ള പ്രകൃതിയാൽ ഉണ്ടാകുന്ന സ്നേഹമുണ്ട്. ഇത് മഹബത്തുൽ മുശ്തറക്കയിൽ ഒന്നാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവിടുന്ന് മധുരമുള്ള വസ്തുക്കൾ ഇഷ്ടപ്പെട്ടിരുന്നു. ഹൽവ അവിടുന്ന് ഇഷ്ടമായിരുന്നു. അതുപോലെ തേൻ അവിടുന്ന് ഇഷ്ടമായിരുന്നു. അതുപോലെ തണുത്ത വെള്ളം കുടിക്കുന്നത് അവിടുന്ന് ഇഷ്ടമായിരുന്നു. അങ്ങനെ അവിടുന്ന് പ്രകൃതിയാൽ ഉണ്ടാകുന്ന പല ഇഷ്ടങ്ങളും അവിടത്തേക്ക് ഉണ്ടായിട്ടുണ്ട്. അവിടുന്ന് പറഞ്ഞല്ലോ, ഹുബ്ബിബ ഇലാ മിൻ ദുനിയാകും അത്വീബു വന്നിസാ, നിങ്ങളുടെ ദുനിയാവിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് അത് സുഗന്ധമാണ്, ത്വീബാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രകൃതിയാൽ ഉണ്ടാകുന്ന ഇഷ്ടമായിരുന്നു. അതുപോലെ ഓരോ വ്യക്തികൾക്കും, നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെയുള്ള ഇഷ്ടമുണ്ടാകും. ഓരോരുത്തരുടെയും ടേസ്റ്റ് എന്ന് നമ്മൾ പറയുന്നത് അതാണ് ഒന്നാമത്തെ കാര്യം. ഇത് അസ്ലി ഹലാലായ കാര്യമാണ്. അത് എപ്പോഴാണ് അത് ഹറാമിലേക്ക് എത്തുക എന്നുള്ളത് ഇൻഷാ അല്ലാഹ് ഈ 3 ഇനങ്ങളും പറഞ്ഞതിന് ശേഷം പറയും. രണ്ടാമത്തെ കാര്യം മഹബത്തുൽ ഇജ്ലാൽ വൽ ഇശ്റാഫ് എന്ന് പറയും. അതായത് മാതാവ് തന്റെ കുട്ടിയോട് കാണിക്കുന്ന സ്നേഹം. ഒരു മാതാവിന് തന്റെ കുട്ടിയോട് സ്നേഹമുണ്ടാകും. അതുപോലെ തിരിച്ച് കുട്ടിക്ക് ഉപ്പയോടും ഉമ്മയോടും ഉണ്ടാകുന്ന, മാതാപിതാക്കളോട് ഉണ്ടാകുന്ന ഒരു ആദരവിന്റെ സ്നേഹമുണ്ടാകും. ഒരു പണ്ഡിതന് തന്റെ കുട്ടികളോടുണ്ടാകുന്ന വാത്സല്യമുണ്ടാകും, വിദ്യാർത്ഥികളോടുണ്ടാകുന്ന വാത്സല്യമുണ്ടാകും. തിരിച്ച് വിദ്യാർത്ഥികൾക്ക് ആ പണ്ഡിതനോടുണ്ടാകുന്ന ആദരവുണ്ടാകും. ഇങ്ങനെയുള്ള സ്നേഹത്തിനെയാണ് മഹബത്തുൽ ഇജ്ലാൽ വൽ ഇശ്റാഫ് എന്ന് പറയുന്നത്. മഹബത്തുൽ മുശ്തറക്കയിലെ രണ്ടാമത്തെ കാര്യമാണ്. മൂന്നാമത്തേത് മഹബത്തുൽ ഇൽഫി വൽ മുസാമല, കൂട്ടുകാരോടുണ്ടാകുന്ന സ്നേഹം. കൂട്ടുകാരോട് ഉണ്ടാകുന്ന സ്നേഹം, മനുഷ്യന് പൊതുവെ ഇണങ്ങി ജീവിക്കുന്ന ആളുകളാണ്.
അതുകൊണ്ട് തന്നെ തന്റെ കൂടെ എപ്പോഴും ഉണ്ടാകുന്ന ആളുകളോട് ഒരു പ്രത്യേക സ്നേഹം ഉണ്ടാകും. തന്റെ കൂടെ ജീവിക്കുന്ന ആളുകളോട്, തന്റെ നാട്ടിൽ ജീവിക്കുന്ന ആളുകളോട്, തന്റെ കൂടെ പഠിക്കുന്നവരോട്. ഇത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകും. തന്റെ കൂടെ ഇപ്പോൾ യാത്രക്ക് ഒരു ഭാഗം ആളുകൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ യാത്രയിൽ വന്ന ആളുകളോട് ഒരു പ്രത്യേക അടുപ്പവും സ്നേഹവും അവർക്കുണ്ടാകും. ഇതും ഈ മഹബ്ബത്തുൽ മുഷ്തറക്കയിൽപ്പെട്ട ഒരിനമാണ്. ഈ 3 കാര്യത്തിലും ഇത് ചില സമയത്ത് മുസ്തഹബാകുന്ന വേളയുണ്ട്. ഇത് പൊതുവിൽ അനുവദിക്കപ്പെടുന്ന മുബാഹായിട്ട് മാറുന്ന വേളയുണ്ട്. അതുപോലെ ഇത് ഹറാമായി തീരുന്നതുമുണ്ട്. ഈ 3 കാര്യത്തിലും ഈ 3 ഹുക്കുമുകൾ വരും. ഹറാമാകും, അതുപോലെ തന്നെ ഇത് അനുവദിക്കപ്പെടും, അതുപോലെ തന്നെ ഇത് വളരെയധികം പ്രതിഫലാർഹമാകും. ഇങ്ങനെ 3 ഹുക്കുമുകൾ ഇതിന് വരും. അതിലൊന്നാമതായിട്ട് ഇത് മുബാഹാകണമെങ്കിൽ, അനുവദനീയമാകണമെങ്കിൽ പണ്ഡിതന്മാർ പറയുന്നത് അതിന് 3 നിബന്ധനകളുമാണ്. നമുക്ക് ആദ്യം ഓർമ്മ വേണം, ഈ 3 ഇനങ്ങളാണ് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞത്. മഹബത്ത് 3 ഇനങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഒന്ന് പ്രകൃതിയാൽ ഉണ്ടാകുന്ന സ്നേഹം, 2 മാതാപിതാക്കൾക്ക് കുട്ടികളോടും കുട്ടികൾക്ക് തിരിച്ച് മാതാപിതാക്കളോടും, മുതിർന്നവർക്ക് ചെറിയവരോടും ചെറിയവർക്ക് തിരിച്ച് മുതിർന്നവരോടൊക്കെ ഉണ്ടാകുന്നത്, 3 കൂടെ ഉണ്ടാകുന്ന നമ്മുടെ മുലാജിമുകളോട്, ജമീലിനോട്, നമ്മുടെ കൂടെ ഉണ്ടാകുന്ന കൊളീഗിനോട്, ബാച്ച്മേറ്റിനോടൊക്കെ നമുക്ക് ഉണ്ടാകുന്ന ആ ഒരു സ്നേഹം, യാത്രാ സംഘത്തിലുള്ള ആളുകൾക്ക് പരസ്പരം ഉണ്ടാകുന്ന സ്നേഹം, ഈ സ്നേഹമെല്ലാം മുബാഹാകണമെങ്കിൽ, അനുവദനീയമാകണമെങ്കിൽ 3 നിബന്ധനകൾ അതിന് പാലിച്ചിരിക്കണമെന്നാണ്. നമ്മൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണത്. അതിലൊന്നാമതായി അവർ പറയുന്നത് അൻ തകൂന ഹാദിഹിൽ മഹബ്ബ മഅ്ദൂനൻ ബിഹാ ശറഅൻ. ഈ പറയുന്ന ഏത് സ്നേഹമാകട്ടെ അത് ശറഈയായിട്ട് അനുവദിക്കപ്പെട്ട സ്നേഹമായിരിക്കണം. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇഷ്ടമുള്ള പല കാര്യങ്ങളും പറഞ്ഞു. അതുപോലെ നമ്മളും പറഞ്ഞു, നമുക്ക് ഓരോരുത്തർക്കും പ്രകൃതിയാൽ അങ്ങനെ പല ഇഷ്ടം ഉണ്ടാകും. ഭക്ഷണത്തിൽ ഇന്നത് ഇഷ്ടമുണ്ടാകും, പാനീയത്തിൽ ഇന്നത് ഇഷ്ടമുണ്ടാകും, കാലാവസ്ഥ ഇന്ന ഇഷ്ടമുണ്ടാകും, നാട് ഇന്ന ഇഷ്ടമുണ്ടാകും, അങ്ങനെ പലതും ഉണ്ടാകും. ഇതിലെ ഓരോന്നും നമ്മൾ ആലോചിച്ച് നോക്കുക. ഇത് ഏത് കാര്യമാകട്ടെ ഇത് ശറഇൽ അനുവദിക്കപ്പെട്ടതായിരിക്കണം എന്ന നിബന്ധന ഉണ്ട്, എന്നാലാണ് മുബാഹാവുകയുള്ളൂ. ഉദാഹരണത്തിന് അയാളുടെ പ്രകൃതിയാൽ അയാൾക്ക് തോന്നുന്ന ഇഷ്ടം, കുടിക്കാനായിട്ട് അയാൾക്ക് ലഹരി പദാർത്ഥങ്ങളാണ് ഇഷ്ടമുണ്ട് എങ്കിൽ അത് അയാൾക്ക് അനുവദനീയമാവുകയില്ല. അതിനോടുള്ള ഇഷ്ടം അത് ഹറാമായി തീരും, കാരണം ശറഇൽ അതിന് അനുവാദം നൽകുന്നില്ല. അതുപോലെ തന്നെ ഭക്ഷിക്കാനായിട്ട് അയാൾക്ക് പന്നിമാംസമോ അല്ലെങ്കിൽ അതുപോലെയുള്ള എന്തെങ്കിലുമൊക്കെ മോശമായി ദീനിൽ ഹറാമാക്കപ്പെട്ട വസ്തുക്കളോ ആണ് അയാൾക്ക് ഇഷ്ടപ്പെടുന്നത് എങ്കിൽ അതൊരു പ്രകൃതിയായുള്ള ഇഷ്ടമായി പരിഗണിച്ച് മുബാഹാവുകയില്ല. കാരണം അത് ശരീഅത്ത് അതിന് അനുവാദം നൽകിയിട്ടില്ല എന്നതാണ് കാര്യം. ഒരാൾക്ക് അന്യ സ്ത്രീകളോട് ഇഷ്ടമുണ്ടാകുന്നു, ഇത് ശരീഅത്ത് അനുവദിക്കാത്ത കാര്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ശരീഅത്തിന്റെ അനുമതി അതിനില്ല. അതുകൊണ്ട് തന്നെ അത് ഹറാമായി തീരും. മുബാഹാകാനുള്ള ഒന്നാമത്തെ നിബന്ധന അത് ശരീഅത്ത് അനുവദിക്കണമെന്നാണ്. രണ്ടാമത്തെ നിബന്ധന അല്ലാ തകൂന ഹാദിഹിൽ മഹബ്ബ മുശ്ഗിലതൻ അമ്മാ യുഹിബ്ബുഹു അല്ലാഹു സുബ്ഹാനഹു വതആല. ഈ ഇഷ്ടപ്പെടുന്ന ഏത് കാര്യമാകട്ടെ അത് അല്ലാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നും അല്ലെങ്കിൽ അല്ലാഹു ഇഷ്ടപ്പെട്ട കാര്യങ്ങളെ നിനക്ക് ഇഷ്ടപ്പെടുന്നതിൽ നിന്നും നിന്നെ തടസ്സപ്പെടുത്തുന്ന കാര്യമാകാൻ പാടില്ല. ഏതുപോലെ ഇതിൽ നമ്മൾ പല കാര്യങ്ങൾ പറഞ്ഞു. മാതാപിതാക്കൾക്ക് കുട്ടികളോടുള്ള കാര്യം, കുട്ടികൾക്ക് തിരിച്ചു മാതാപിതാക്കളുടെ കാര്യം, അതുപോലെ തന്നെ മനുഷ്യനുണ്ടാകുന്ന പല വസ്തുക്കൾ, ഭക്ഷണപാനീയങ്ങൾ, പദാർത്ഥങ്ങൾ, ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ കാര്യങ്ങളൊന്നും തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഇഷ്ടത്തിന് കോട്ടം വരുന്ന രൂപത്തിൽ ഉണ്ടാകാൻ പാടില്ല. അതിൽ അവനെ ഒരു ശുഗലാക്കി കളയുന്നതാകാൻ പാടില്ല. ഒരാൾക്കൊരു ഭക്ഷണത്തിനോടുള്ള വലിയ താല്പര്യം, അതിന്റെ പിന്നാലെ പോയി അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ നിർബന്ധിച്ച, അവനോട് കൽപ്പിച്ചതായ കാര്യങ്ങൾ ചെയ്യാൻ അവൻ തടസ്സമാകുന്ന അവസ്ഥ. ഒരാൾക്ക് ഉറങ്ങാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ ആ ഉറക്ക് അയാൾ ഫജ്ർ നിസ്കാരത്തിൽ നിന്നും തടയുന്ന രൂപത്തിലേക്ക് എത്തിയാലോ? ഒരാൾ ഉറങ്ങാൻ ഇഷ്ടപ്പെടുന്നതിന് ശറഇൽ വിലക്കില്ല, പക്ഷെ എന്തായിരിക്കണം? അത് അല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന് നിനക്ക് തടസ്സമാകാൻ പാടില്ല. ഒരാൾ ഒരുപാട് ഭക്ഷണം കഴിക്കുകയാണ്, ആ ഭക്ഷണം കഴിച്ചതിന് ശേഷം അയാൾക്ക് നിസ്കരിക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ ഒരുപാട് യാത്ര ചെയ്യണം, അങ്ങനെ അയാൾക്ക് യാത്ര ഇഷ്ടമാണ്, പക്ഷെ ഇങ്ങനെയുള്ള യാത്രകൾ ചെയ്ത കാരണത്താൽ അയാൾക്ക് അള്ളാഹുവിനുള്ള ഇബാദത്ത് തന്നെ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ്. ഇബാദത്തിലൊന്നും ശ്രദ്ധിക്കാൻ സാധിക്കുന്നില്ല. അയാൾക്ക് ഇഷ്ടമാണ് യാത്ര ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പക്ഷെ ഇബാദത്തുകളൊക്കെ തളർന്നു പോവാണ്, ഒന്നും നിസ്കരിക്കാനൊന്നും സാധിക്കുന്നില്ല. അങ്ങനത്തെ ഒരവസ്ഥ.
അസ്ല് ഇബാദത്ത്, അസ്ല് ഒരു യാത്ര ഒരാൾക്ക് അനുവദനീയമാണ്, ഇഷ്ടപ്പെടാൻ പാടുണ്ടോ? ഇഷ്ടപ്പെടാം. പക്ഷേ അത് അല്ലാഹു തആല ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്നും തടസ്സമായിക്കൂടാ. അതാണ് രണ്ടാമത്തെ നിബന്ധന. 3, ഈ കാര്യം അല്ലാ തബ്ലുഗ ഹാദിഹിൽ മഹബ്ബ ഇലാ അൻ തകൂന മുസാവിയതൻ ലിമഹബ്ബത്തില്ലാഹി വറസൂലിഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിനെയും അവന്റെ റസൂലിനോടുമുള്ള, അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടുമുള്ള സ്നേഹത്തിനോട് തുല്യമാകുന്ന രൂപത്തിലുള്ള സ്നേഹം ഇവയോടൊന്നിനും പാടില്ല. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നത് പോലെ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ വസ്തുക്കളെ, കാര്യങ്ങളെ ഇഷ്ടപ്പെടുക, അല്ലെങ്കിൽ അള്ളാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെടുന്നത് പോലെ ഇങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ വസ്തുക്കളെയും കാര്യങ്ങളെയും ഇഷ്ടപ്പെടുക, ഇത് പാടില്ല. ഇൻഷാ അല്ലാഹ് അതിന്റെ വിശദീകരണം പിന്നീട് പറയും. അപ്പൊ ഈ 3 കാര്യങ്ങളും ഒത്തുവന്നാൽ മാത്രമാണ് നാം നേരത്തെ പറഞ്ഞ 3 കാര്യങ്ങൾ, അതായത് മഹബ്ബത്തുൽ മുഷ്തറക എന്ന് പറയുന്ന 3 ഇനങ്ങൾ അത് അനുവദനീയമാകുകയുള്ളൂ എന്ന് മനസ്സിലാക്കുക. എന്നാൽ ഇതല്ലാത്ത രൂപത്തിലായാൽ, ശരീഅത്ത് അനുവദിക്കാത്തതായ കാര്യം, അല്ലെങ്കിൽ ഈ ഇഷ്ടപ്പെടുന്ന കാര്യം അള്ളാഹുവിന്റെ ഇഷ്ടത്തിൽ നിന്നും നിന്നെ തെറ്റിച്ചു കളയുന്നതായ കാര്യം, അല്ലെങ്കിൽ ഈ ഇഷ്ടപ്പെടുന്ന കാര്യം അത് എത്രത്തോളം എത്തി എന്ന് വെച്ചാൽ അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്ന അതേ പദവിയിലെത്തി എന്നൊക്കെ രൂപത്തിൽ വന്നു കഴിഞ്ഞാൽ അത് മഹബ്ബത്തുൽ മുഹറമ, ഹറാമായ സ്നേഹമായി തീരും എന്ന് മനസ്സിലാക്കുക. എന്ന് നമ്മൾ പറഞ്ഞു. മുബാഹാകുന്ന കാര്യം ഇത് 3 ആവുക, ഹറാമാകുന്ന കാര്യം അതും പറഞ്ഞു. പിന്നീട് മുസ്തഹബാകുന്ന കാര്യം പറഞ്ഞു. ഈ പറയുന്ന ഈ ഇഷ്ടങ്ങളിൽ ഏതെങ്കിലും ഒന്ന് അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് നിനക്ക് കൂടുതൽ അടുക്കാൻ സാധിക്കുന്നതായ ഒരു കാര്യമാണ് എങ്കിൽ അത് മുസ്തഹബായിരിക്കും. ഏതുപോലെ? ഒരാൾ ഉച്ചക്ക് കുറച്ചു നേരം ഉറങ്ങാൻ ഉദ്ദേശിക്കുന്നു. അയാൾ ഉറങ്ങാൻ ഉദ്ദേശിക്കുന്നതിന് പിന്നിൽ അയാളുടെ ലക്ഷ്യം അയാൾക്ക് രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാൻ സാധിക്കുന്നു എന്നതാണ്. അല്ലെങ്കിൽ ഒരാൾ ഭക്ഷണം കഴിക്കുന്നു രാവിലെ. ആ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് അയാൾ നിയ്യത്തുണ്ടാകുന്നത് ഈ ഭക്ഷണം കഴിച്ചാൽ എനിക്ക് പകല് മുഴുവൻ നന്നായി ഇബാദത്ത് ചെയ്യാൻ സാധിക്കും. ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നത് അസ്ലു മുബാഹായ കാര്യമാണ്. പക്ഷെ ഇങ്ങനെ ഒരു നിയ്യത്ത് കൂടി അയാൾക്ക് അതിലുണ്ടായി കഴിഞ്ഞാൽ ആ ഇഷ്ടം എന്താകും? അത് മുസ്തഹബായ ഇഷ്ടമായി തീരുമെന്നുള്ളതാണ്. അത് മനസ്സിലാക്കുക. ഇത്രയും നമ്മൾ പറഞ്ഞത് മഹബ്ബത്തുൽ മുഷ്തറക എന്നതിനെ കുറിച്ച് മാത്രമാണ്. പിന്നീട് രണ്ടാമത് മനസ്സിലാക്കേണ്ട കാര്യമാണ് അൽ മഹബ്ബത്തുൽ ഖാസ്സ, പ്രത്യേകമായിട്ടുള്ള സ്നേഹം. ഈ പ്രത്യേകമായിട്ടുള്ള സ്നേഹം നമ്മൾ മനസ്സിലാക്കുക. അതിനുവേണ്ടിയിട്ടാണ് ഈ അധ്യായം ഇദ്ദേഹം ചർച്ച ചെയ്തത്. ഇത് ഇബാദത്താകുന്ന സ്നേഹമാണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമേ പറ്റുകയുള്ളൂ. മറ്റൊരാൾക്കും പങ്ക് ഉണ്ടാകാൻ പാടില്ലാത്തതായ പൂർണ്ണമായ താഴ്മയും വിനയവുമെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള സ്നേഹം അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രം. അതിനാണ് മഹബ്ബത്തുൻ ഖാസ്സ, പ്രത്യേകമായ സ്നേഹം എന്ന് പറയുന്നത്. പ്രത്യേകമായ സ്നേഹം, അങ്ങനെ ഒരു സ്നേഹം അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് മാത്രമേ പറ്റുകയുള്ളൂ. ഇതാണ് ഈ അധ്യായത്തിലൂടെ അദ്ദേഹം ചർച്ച ചെയ്യുന്നത്. അതിനെക്കുറിച്ചാണ് ഇൻഷാ അല്ലാഹ് നമുക്ക് മനസ്സിലാക്കാൻ ഉള്ളത്. അതിൽ അധ്യായത്തിന്റെ തലക്കെട്ടായി അദ്ദേഹം കൊടുത്ത കാര്യം നമുക്ക് ആദ്യം മനസ്സിലാക്കാം. ഇതാണ് തലക്കെട്ടായി കൊടുത്തത്, ഒരു അധ്യായമാണ്. ബാബു ഖൗലില്ലാഹി തആല വമിനൻ നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദൻ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്. ജനങ്ങളിൽ ചില ആളുകളുണ്ട്, മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദൻ, അല്ലാഹുവിന് പുറമെ ചില സമന്മാരെ അവർ സ്വീകരിച്ചിട്ടുണ്ട്. ആ സമന്മാരോടുള്ള അവരുടെ നിലപാട് യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്, അവർ അല്ലാഹുവിനെ ഇഷ്ടപ്പെടുന്നത് പോലെ അവരെയും ഇഷ്ടപ്പെടുന്നു എന്നാണ് പറഞ്ഞത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് മുശ്രിക്കുകളായ ആളുകളെ കുറിച്ച് പറഞ്ഞതാണ്. മക്ക മുശ്രിക്കുകളായ ആളുകൾ അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നത് പോലെ അവർ ചില സമന്മാരെ ഉണ്ടാക്കിയിട്ടുണ്ട്, അവരെയും ഇഷ്ടപ്പെടുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു ഈ മഹബ്ബത്തുൻ ഖാസ്സ അത് അല്ലാഹു തആലയോട് മാത്രമേ പറ്റുകയുള്ളൂ. എന്നാൽ ഇവർ അല്ലാഹുവിന് കൊടുക്കേണ്ടതായ സ്നേഹം ഈ ആളുകൾക്കും നൽകുന്നുവെന്ന് മാത്രമല്ല, ചിലപ്പോൾ അള്ളാഹുവിനേക്കാളും അവർ ഈ ആളുകളെ സ്നേഹിക്കുന്ന അവസ്ഥയിലേക്കും എത്തുന്നു. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നത് പോലെ അല്ല, മറിച്ച് അതിനേക്കാളും അള്ളാഹുവിനേക്കാളും കൂടുതൽ അവർ ഇത്തരത്തിലുള്ള ആളുകളെ ഇഷ്ടപ്പെടുന്നു. അത് ചില സ്നേഹം എന്ന് പറയുന്നത് പ്രവർത്തനങ്ങളിലൂടെയാണ് തിരിച്ചറിയാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ഇത്തരക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ആരെങ്കിലും മോശം പറയുന്നതിനോ അവന്റെ ദീനിനെ കുറിച്ച് മോശം പറയുന്നതിനോ ഉണ്ടാകുന്നതിനേക്കാളും പ്രയാസം അവരുടെ ആരാധ്യ വസ്തുക്കളെ കുറിച്ച് ചീത്ത പറയുന്നതിനെ കുറിച്ചായിരിക്കും. ഇപ്പൊ മുക്കാ മുശ്രിക്കുകൾക്കാണെങ്കിൽ അള്ളാഹുവിനെ കുറിച്ച് പറയുന്നതിനേക്കാളും ലാത്തയെ കുറിച്ചോ ഉസ്സയെ കുറിച്ചോ മനാത്തയെ കുറിച്ചോ ആരെങ്കിലും അസഭ്യം പറഞ്ഞാൽ അല്ലെങ്കിൽ അവർക്കെതിരെ സംസാരിച്ചാൽ അവർ അരിശം കൊള്ളും. അവർക്കുള്ള ഈർഷ്യത മുഴുവനും അവരുടെ ആരാധ്യ വസ്തുക്കളെ തൊട്ടായിരിക്കും. അള്ളാഹുവിനേക്കാളും കൂടുതൽ ഗീറത്ത് അവർക്ക് ഇത്തരത്തിലുള്ള അവരുടെ ആരാധ്യ വസ്തുക്കളോടായിരിക്കും. അങ്ങനെയുള്ള ആളുകളെ കാണാൻ സാധിക്കും. അതുപോലെ
ആ മഹബത്ത് ചിലപ്പോൾ എത്രത്തോളമാണ് അവർ ആരാധ്യ വസ്തുക്കളെ സ്നേഹിക്കുന്നത് എന്ന് വെച്ചാൽ അവരെ നിന്ദിക്കുന്നത് അവർക്ക് അള്ളാഹുവിനെ നിന്ദിക്കുന്നതിനേക്കാളും പ്രയാസമാണ്. ഉദാഹരണത്തിന്, ഇത്തരത്തിൽ അവർ ഇഷ്ടപ്പെടുന്ന അവരുടെ ആരാധ്യ വസ്തുക്കൾ എന്ന് പറയുന്നത് സാലിഹീങ്ങളാകട്ടെ, മഹാന്മാരാണെന്ന് അവർ പറയുന്നതാകട്ടെ, അല്ലാത്തതാകട്ടെ, ഇവരുടെ പേരിൽ എന്തെങ്കിലുമൊക്കെ ഒരു കളവ് സത്യം ചെയ്തു പറയാൻ അവർക്ക് വലിയ പ്രയാസമായിരിക്കും. അവരോടുള്ള അതിയായ സ്നേഹം കാരണത്താൽ, ബഹുമാനം കാരണത്താൽ അവരത് ചെയ്യുകയില്ല. എന്നാൽ അള്ളാഹു താലയുടെ പേരിൽ അവർക്ക് അത്തരത്തിലുള്ള വല്ലാഹി എന്ന് പറഞ്ഞ്, അള്ളാഹുവാണ് എന്ന് പറഞ്ഞ് സഹായം, അള്ളാഹുവാണ് എന്ന് പറഞ്ഞ് സത്യം ചെയ്യാൻ അവർക്ക് യാതൊരു പ്രയാസമില്ല. അങ്ങനെ ചെയ്യുന്നവരെ കാണാൻ സാധിക്കും. ഇവിടെ മനസ്സിലാക്കി തരുന്നത് അവർ ആരെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത്? അള്ളാഹു സുബ്ഹാനഹു വ തആലയെക്കാളും അവർ ഇത്തരത്തിലുള്ള ആരാധ്യ വസ്തുക്കളെയാണ് അവർ ഇഷ്ടപ്പെട്ടിട്ടുള്ളത് എന്നുള്ളതാണ്. അതാണ് പറഞ്ഞത്, വമിനൻ നാസി മൻ യത്തഖിദു മിൻ ദൂനില്ലാഹി അൻദാദൻ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്. യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്. അവർ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഇഷ്ടപ്പെടുന്നത് പോലെ അവർ ഇത്തരത്തിലുള്ള ചില ആളുകളെ, സമന്മാരെ ഇഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. അതാണ് അവരെ യഥാർത്ഥ സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് വഴിതെറ്റിച്ചു പോയത്. അതാണ് അവരുടെ ഹിദായത്ത് കണ്ടെത്താതിരിക്കാനുള്ള അന്ധത അവർക്ക് ബാധിച്ചത്. ഈ ഒരു ഹുബ്ബ് കൊണ്ടാണ്, ഈ ഒരു സ്നേഹം കൊണ്ടാണ് അവർക്കത് സംഭവിച്ചത്. ഇനി നോക്ക്, ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ പണ്ഡിതന്മാർ ചില അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട്. യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്, അവർ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നത് പോലെ അവരെയും ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞതിനെ ചിലർ പറഞ്ഞു, ഹൗലാഇൽ മുശ്രികൂൻ യുഹിബ്ബൂന ആലിഹതഹും കമാ യുഹിബ്ബൂന അല്ലാഹ്. അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നത് പോലെ, നമ്മളിപ്പോൾ നേരത്തെ ലാഹിറായി മനസ്സിലാക്കിയതുപോലെ അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നത് പോലെ അവരുടെ ആരാധ്യ വസ്തുക്കളെയും ഇഷ്ടപ്പെടുന്നു എന്നുള്ളത്, ഒരുപോലെ എന്നുള്ളത്. എന്നാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞത്, ഹൗലാഇൽ മുശ്രികൂൻ യുഹിബ്ബൂന ആലിഹതഹും കഹുബ്ബിൽ മുഅ്മിനീന ലില്ലാഹ്. മുഅ്മിനീങ്ങൾ എപ്രകാരമാണോ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നത്, അതുപോലെ ഈ മുശ്രിക്കുകൾ അവരുടെ ആരാധ്യ വസ്തുക്കളെ ഇഷ്ടപ്പെടുന്നു. അങ്ങനെയും പറഞ്ഞത് കാണാൻ സാധിക്കും. എന്നാൽ ഒന്നാമത് പറഞ്ഞതാണ് ഏറ്റവും കൂടുതൽ യോജിക്കുന്നത്. അതായത് അവർ അള്ളാഹുവിനെയും ഇഷ്ടപ്പെടുന്നുണ്ട്, അവരുടെ ആരാധ്യ വസ്തുക്കളെയും ഇഷ്ടപ്പെടുന്നുണ്ട് എന്നാണ്. പിന്നീട് പറഞ്ഞു, വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. വിശ്വസിച്ച ആളുകൾ, മുഅ്മിനീങ്ങൾ, അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, അവർക്ക് ഏറ്റവും സ്നേഹമുള്ളത്, അതിയായ കഠിനമായ സ്നേഹം അവർക്കുള്ളത് അള്ളാഹു സുബ്ഹാനഹു വ തആലയോടാണ് എന്നാണ്. കാരണം മുഅ്മിനീങ്ങൾ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഹുബ്ബ് ഖാലിസാണ്, മറ്റൊരാൾക്കും അവർ നൽകിയിട്ടില്ല, അള്ളാഹു തആലക്ക് മാത്രം നൽകിയ ഹുബ്ബാണ്. എന്നാൽ മുശ്രിക്കുകൾ അള്ളാഹുവിനോട് കാണിക്കുന്ന ഹുബ്ബ്, സ്നേഹം എങ്ങനത്തതാണ്? അതിൽ ഷിർക്കുണ്ട്, അത് ദുർബലമായ സ്നേഹമാണ്. കാരണം അവരുടെ മഹബത്തിൽ, ഹൃദയത്തിൽ നിന്നുള്ള ഒരു സ്ഥാനം അവർ ആർക്ക് നൽകിയിരിക്കുന്നു? അവരുടെ ആരാധ്യ വസ്തുക്കൾക്ക് നൽകിയിരിക്കുന്നു. അവരൊക്കെ സ്നേഹിക്കുന്നുണ്ട്, ലാത്തയും ഉസ്സയും മനാത്തയും ഒക്കെ സ്നേഹിക്കുന്നുണ്ട്. ഇന്ന് കാലത്താണെങ്കിൽ ഓരോ തങ്ങന്മാരെയും ബീവിമാരെയും ജാറത്തിലും ദർഗയിലൊക്കെ ഉള്ള ഓരോ സ്ഥലത്തും ഓരോ ബ്രാഞ്ചിൽ ഓരോ സ്നേഹം അവർ കൊടുത്തിട്ടുണ്ട്. മൊയ്തീൻ ഷെയ്ഖിന് കുറച്ച് സ്നേഹം കൊടുത്തിട്ടുണ്ട്, മമ്പുറം തങ്ങൾക്ക് വേറെ കുറച്ച് സ്നേഹം കൊടുത്തിട്ടുണ്ട്, ഉള്ളാള തങ്ങൾക്ക് വേറെ സ്നേഹം കൊടുത്തിട്ടുണ്ട്, പ്രാദേശികമായി ഏതെങ്കിലുമൊക്കെ തങ്ങളുണ്ടെങ്കിൽ അവർക്കൊക്കെ അതിന്റെ ഓഹരി കൊടുത്തിട്ടുണ്ട്. ബാക്കി അവർ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ട്. എന്നാൽ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഹുബ്ബ് എന്ന് പറയുന്നത് ശദീദാണ്, കഠിനമായ സ്നേഹമാണ്. കാരണം അവരുടെ സ്നേഹം മുഴുവനും അള്ളാഹുവിന് ഖാലിസായിട്ട് മാത്രം, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ് അവർ സ്നേഹിക്കുന്നത് എന്നാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട, സാന്ദർഭികമായി മനസ്സിലാക്കേണ്ട കാര്യം, മുശ്രിക്കുകളായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ട, നമ്മളെല്ലാ മുശ്രിക്കുകളെയും കുറിച്ചിട്ടല്ല പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിയോഗിക്കപ്പെട്ട മുശ്രിക്കുകൾ, അവരെ കുറിച്ച് നമ്മൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്, അവർ അള്ളാഹുവിന് ഒരു നിലക്കും ഇഷ്ടപ്പെടാത്ത ആളുകളാണ് എന്നുള്ളത് ഈ ആയത്തിൽ നിന്ന് വ്യക്തമാണ്. അവർ യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്, അവരുടെ ആരാധ്യ വസ്തുക്കളെ അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്നത് പോലെ ഇഷ്ടപ്പെടുന്നു എന്നാണ് പറഞ്ഞത്. അതിൽ നിന്നും അർത്ഥം മനസ്സിലാക്കേണ്ടത്, അവർ അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവർ ഒരിക്കലും തന്നെ അവർ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ അറിയാത്ത ആളുകളല്ല. ആരാണ് അള്ളാഹ് എന്ന് ചോദിച്ചാൽ, ആരാണ് ആകാശഭൂമികളെ പഠിച്ചതെന്ന് ചോദിച്ചാൽ അവർ അറിയാത്ത ആളുകളല്ല, അല്ലെങ്കിൽ മറ്റൊരാളുടെ പേര് അവർ അതിന് പകരം പറഞ്ഞിട്ടില്ല. അവർക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ഖാലിഖ്, റാസിഖ്, മാലിക്, മുദബ്ബിർ ഒക്കെ അറിയാം. അള്ളാഹു ആകാശഭൂമികളെ പഠിച്ചെന്നും അതിനെ നിയന്ത്രിക്കുന്നുവെന്നും അതിൽ ഉള്ള വസ്തുക്കളെല്ലാം അവനാണ് ജീവിപ്പിച്ചതെന്നും അതിനെ മരിപ്പിക്കുന്നതും അവൻ തന്നെയെന്നും അവർക്കറിയാം. അതിൽ യാതൊരു സംശയവും അവർക്കുണ്ടായിരുന്നില്ല. മറിച്ച് അതെല്ലാം അവർ
വിശ്വസിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ആ നിലക്ക് അവർ സ്നേഹിക്കുകയും ചെയ്തിരുന്നു. ഒരുപാട് ഇബാദത്തുകൾ അവർ അള്ളാഹുവിന് അർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. പല കോലത്തിലാണെങ്കിലും അവരുടേതായ നിസ്കാരം, അവരുടേതായ തവാഫ്, അവരുടേതായ ഹജ്ജ്, അവരുടേതായ ബലികർമ്മങ്ങൾ, ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതിൽ ഷിർക്ക് സംഭവിച്ചിട്ടുണ്ട്. അഥവാ അവർക്ക് സംഭവിച്ച ഷിർക്ക് എന്തിലാണ്? മഹബ്ബത്തിലാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ ഇഷ്ടപ്പെടുന്നത് പോലെ ചില ആരാധ്യ വസ്തുക്കളെയും അവർ ഇഷ്ടപ്പെട്ടു. അതിലാണ് അവർക്ക് സംഭവിച്ച ഷിർക്ക്. അതല്ലാതെ റുബൂബിയത്തിന്റെ വിഷയത്തിൽ അവർക്ക് ഷിർക്ക് സംഭവിച്ചിട്ടില്ല. റുബൂബിയത്തിന്റെ വിഷയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയെ പോലെ പടക്കുന്ന ഒരു ഖാലിഖാണ് ലാത്ത് എന്നോ ഇസ്സ എന്നോ മനാത്ത് എന്നോ അവർ വിശ്വസിച്ചിട്ടില്ല. അവർ മഹബ്ബത്തിലാണ് അവർക്ക് പഴച്ചുപോയത്. അതാണ് ഈ വിഷയത്തിന്റെ കാര്യം പറഞ്ഞത്. അവരെ കുറിച്ച് പറഞ്ഞത് വല്ലദീന യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്, യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്, അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്നത് പോലെ അവർ ഇഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. നാളെ ഖിയാമത്ത് നാളിലെത്തിയാൽ, നരകത്തിലെത്തിയാൽ, ആ സമയത്ത് ഈ മുശ്രിക്കുകളായ ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് വിലപിച്ചുകൊണ്ട്, അതുപോലെ അവരുടെ ആരാധ്യ വസ്തുക്കളെ ആക്ഷേപിച്ചുകൊണ്ട് പറയുന്നത് സൂറത്തു ശുഅറായിൽ അല്ലാഹു തആല വളരെ കൃത്യമായി പറയുന്നുണ്ട്. നമ്മൾ വായിച്ചു നോക്കേണ്ട ആയത്തുകളാണ്. അവർ പറയും തല്ലാഹി ഇൻ കുന്നാ ലഫീ ളലാലിൻ മുബീൻ, അല്ലാഹുവാണ്, ഭൂമിയിൽ നമ്മൾ വ്യക്തമായ വഴികേടിലായിരുന്നു. ഇദ് നുസവ്വീകും ബിറബ്ബിൽ ആലമീൻ, റബ്ബുൽ ആലമീനായ അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ആരാധ്യ വസ്തുക്കളെ ചൂണ്ടി പറയാണ്, നിങ്ങളെ ഞങ്ങൾ അവനോട് സമമാക്കി, അതാണ് ഞങ്ങൾക്ക് പറ്റിയത്, നരകത്തിലേക്ക് ഞങ്ങൾ എത്തിപ്പെടാനുള്ള കാരണം അതാണ്. അതായത് അവർ തസ്വീയത്ത് നടത്തിയിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ പോലെ അവർ ഈ ആരാധ്യ വസ്തുക്കളെ കണ്ടു, അവന് കൊടുക്കേണ്ടതായ ഹക്കുകൾ ഇവർക്കും പങ്കുവെച്ച് നൽകി. അതാണ് അവർ നരകത്തിലേക്ക് പോകാൻ കാരണം എന്നാണ്. അല്ലാതെ ഇവിടെ ചില ആളുകൾ വാദിക്കുന്നത് പോലെ അവർക്ക് അള്ളാഹുവിനെ കുറിച്ച് അറിയാത്ത ആളുകളല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് ഒരറിവുമില്ലാത്ത ആളുകളായിരുന്നു എന്ന് വളരെ പച്ചയായി ഖുർആനിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ട് എഴുതുന്ന ആളുകളെ കാണാൻ സാധിക്കും. മക്ക മുശ്രിക്കുകളെ കുറിച്ച് പരിചയപ്പെടുത്തുമ്പോൾ തബ്ലീഗ് ജമാഅത്തിന്റെ ഉറുദുവിലൊക്കെ ഉള്ള അവരുടെ ലേഖനങ്ങളിൽ കാണാൻ സാധിക്കും. അവരെഴുതിയത് ഇവർക്ക് അള്ളാഹുവിനെ കുറിച്ച് അറിയാത്ത ആളുകൾക്ക് അള്ളാഹുവിനെ പരിചയപ്പെടുത്താനാണ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ ദഅവത്ത് നടത്തിയത് എന്നാണ്. അതുകൊണ്ട് അവരത് തുടർന്ന് അവരിങ്ങനെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹു നമുക്ക് റിസ്ക് നൽകുന്നത്, അള്ളാഹുവാണ് നമ്മുടെ കച്ചവടം നടത്തി തരുന്നത്, അള്ളാഹുവിന് ശുക്ർ ചെയ്യണം, ഇതൊക്കെ പറയുന്നത് യാതൊരു തെറ്റുള്ള കാര്യമല്ല. പക്ഷെ ഇതല്ല ദഅവത്ത്, ഇതല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയത്. ഇത് ഭൂരിഭാഗം മനുഷ്യരും അംഗീകരിക്കുന്ന കാര്യം തന്നെയാണ്. വിശിഷ്യ മക്ക മുശ്രിക്കുകൾ അംഗീകരിച്ച കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ മുശ്രിക്കുകൾക്ക് പറ്റിയ ഷിർക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് കൊടുക്കേണ്ട പൂർണ്ണമായ ഖാലിസായ മഹബ്ബത്ത് അവർ അവന്റെ അടിമകളായ ഇത്തരത്തിലുള്ള ആളുകൾക്കും നൽകിയിട്ടുണ്ട് എന്നാണ്. വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്, എന്നാൽ മുഅ്മിനീങ്ങളായ ആളുകൾ അവരുടെ ഹുബ്ബ്, അള്ളാഹുവിനോടുള്ള സ്നേഹം, അത് വളരെ കഠിനമായതാണ്, ശക്തിയുള്ളതാണ് എന്നാണ് പറഞ്ഞത്. പിന്നീട് അദ്ദേഹം രണ്ടാമത്തെ ആയത്ത്, അതായത് നമ്മൾ പറഞ്ഞു 2 ആയത്തുകളും 2 ഹദീസും 2 അസറും, അതാണ് ഈ അധ്യായത്തിലാകെ ഉള്ളത്. ആദ്യത്തെ ആയത്ത് വിശദീകരിച്ചു. രണ്ടാമത്തെ ആയത്ത് അദ്ദേഹം കൊടുത്തിട്ടുള്ളത് സൂറത്തു തൗബയിലെ ആയത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഖുൽ ഇൻ കാന ആബാഉകും വഅബ്നാഉകും വഇഖ്വാനുകും വഅസ്വാജുകും വഅശീറതുകും വഅംവാലുൻ ഇഖ്തറഫ്തുമുഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ ومساكن ترضونها أحب إليكم من الله ورسوله وجهاد في سبيله فتربصوا حتى يأتي الله بأمره والله لا يهدي القوم الفاسقين. അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയോട് പറയുക, ഖുൽ ഇൻ കാന ആബാഉകും, നിങ്ങളുടെ പിതാക്കൾ, വഅബ്നാഉകും, അതുപോലെ നിങ്ങളുടെ മക്കൾ, വഇഖ്വാനുകും, നിങ്ങളുടെ സഹോദരങ്ങൾ, വഅസ്വാജുകും, നിങ്ങളുടെ ഇണകൾ, വഅശീറതുകും, നിങ്ങളുടെ ബന്ധുമിത്രാദികൾ, വഅംവാലുൻ ഇഖ്തറഫ്തുമുഹാ, അതുപോലെ നിങ്ങൾ സമ്പാദിച്ചുണ്ടാക്കിയ നിങ്ങളുടെ സ്വത്തുക്കൾ, വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ, നിങ്ങൾ മാന്ദ്യം നേരിടുമെന്ന് ഭയപ്പെട്ടു പോകുന്ന നിങ്ങളുടെ കച്ചവടം, വമസാകിനു തർളൗനഹാ, നിങ്ങൾ തൃപ്തിപ്പെടുന്ന നിങ്ങളുടെ പാർപ്പിടങ്ങൾ, വീടുകൾ, അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി, അല്ലാഹുവിനേക്കാളും അവന്റെ റസൂലിനേക്കാളും അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്നതിനേക്കാളും നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾ, 8 കാര്യങ്ങളാണ് ഓർമ്മപ്പെടുത്തിയത്, ഈ പറയുന്ന കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഫതറബ്ബസു, എങ്കിൽ നിങ്ങൾ കാത്തു നിൽക്കുക, ഹത്താ യഅതിയല്ലാഹു ബിഅംരിഹി, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ കൽപ്പന കൊണ്ടുവരുന്നത്, അവന്റെ ശിക്ഷ നിങ്ങളിൽ ഇറങ്ങുന്നതുവരെ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ.
ഫാസിഖീങ്ങളായ ധിക്കാരികളായ ആളുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിദായത്തിലാക്കുകയില്ല എന്നാണ് പറഞ്ഞത്. ഈ ആയത്ത് അവതരിച്ചത് പശ്ചാത്തലമായി പണ്ഡിതന്മാർ പറയുന്നത്, ഇത് ചില മുസ്ലിമീങ്ങളായ ആളുകൾ ഹിജ്റ പോകാതെ തന്നെ മക്കയിൽ തന്നെ തുടരുന്ന സമയത്ത് അവർക്ക് സാധ്യമായിട്ട് കഴിവുണ്ടായിട്ട് ദുർബലരല്ല, അവർക്ക് കഴിവുണ്ട്. പക്ഷേ ഈ 8 കാര്യങ്ങൾ പറഞ്ഞതിൽ പിതാക്കൾ, പുത്രന്മാർ, കുടുംബം, അതുപോലെ തന്നെ കച്ചവടം, അവരുടെ വീട്, ഇങ്ങനെ പല കാരണങ്ങൾ പറഞ്ഞു. ഇതിൽ ഏതെങ്കിലും ചില കാരണങ്ങൾ അല്ലെങ്കിൽ ഇതുപോലെയുള്ള എല്ലാ കാരണങ്ങളും, ഈ കാരണത്താൽ അവർക്ക് മക്ക വിട്ട് ഹിജ്റ പോകാനുള്ള പ്രയാസമുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനയേക്കാൾ അവനെ സ്നേഹിക്കുന്നതിന്റെ പകരം അവൻ ഇത്തരത്തിലുള്ള ഭൗതികമായ അവന്റെ വസ്തുക്കളെ സ്നേഹിക്കുകയും അങ്ങനെ അള്ളാഹുവിന്റെ ഒരു കൽപ്പന നിറവേറ്റുന്നത് അവർക്ക് തടസ്സമാകുകയും ചെയ്തപ്പോൾ അള്ളാഹു അവരെ താക്കീത് ചെയ്തു. ഫതറബ്ബസു ഹത്താ യഅതി അല്ലാഹു ബിഅംരി, അള്ളാഹുവിന്റെ ശിക്ഷ വരുന്നത് വരെ നിങ്ങൾ കാത്തു നിന്നോളൂ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല താക്കീത് ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇതിനെ ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് ഒരിക്കലും എന്തല്ല, ഒരിക്കലും അത് നിരുപാധികം ഹറാമായ കാര്യമല്ല, മറിച്ച് ശരീഅത്താൻ നമ്മോട് ആവശ്യപ്പെടുന്ന കാര്യം തന്നെയാണ്. മാതാപിതാക്കളെ ഇഷ്ടപ്പെടാൻ നമ്മോട് പറഞ്ഞിട്ടുണ്ട്, കുട്ടികളെ ഇഷ്ടപ്പെടാൻ മാതാപിതാക്കളോട് പറഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ സഹോദരങ്ങളോട് അവരെ ഇഷ്ടപ്പെടാൻ, അതുപോലെ നമ്മുടെ കുടുംബ ബന്ധുമിത്രാദികളെ, കുടുംബ ബന്ധങ്ങൾ ചേർക്കാൻ, അതുപോലെ കച്ചവടം ചെയ്യാൻ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട് ദീനുൽ ഇസ്ലാം. അതുപോലെ വീടുണ്ടാക്കുന്നതിനെതിരല്ല ദീനുൽ ഇസ്ലാം. അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ, സമ്പത്ത്, വീട്, ഇതെല്ലാം തന്നെ ദീനുൽ ഇസ്ലാം ഒരിക്കലും പൂർണ്ണമായി ഹറാമാക്കിയ ഒരു കാര്യമല്ല. പക്ഷെ എപ്പോഴാണ് ഇത് വിഷയമായത്? അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു കൽപ്പന അത് നിറവേറ്റുന്നതിന് ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് തടസ്സമായാൽ അത് അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് കാരണമാകും. അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ അടിസ്ഥാനം പറഞ്ഞത്. മുബാഹായ പല കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു, മഹബ്ബത്തുൻ മുഷ്തറക പറഞ്ഞു. ഇതിന് അനുവദനീയമായ കാര്യങ്ങൾ എന്താണ് നിബന്ധന പറഞ്ഞത്? അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഷ്ടം അത് നടപ്പിൽ വരുത്താൻ നമുക്ക് തടസ്സമാകാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹിജ്റ ചെയ്യൽ വാജിബാകുന്ന ഒരു അവസ്ഥ ഉണ്ടായാൽ ഇത് മക്ക മുശ്രിക്കുകൾക്ക് മാത്രമല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് നമ്മുടെ ദീൻ അനുസരിച്ച് ഇവിടെ ജീവിക്കാൻ സാധിക്കാത്ത ഒരവസ്ഥ വരികയാണ്. നമുക്ക് ഹിജ്റ പോകാനാണെങ്കിൽ ഒരു രാജ്യം നമ്മളെ മാടി വിളിക്കുകയാണ്, അവിടെ നിങ്ങൾ വന്നോളൂ, നിങ്ങൾക്ക് ദീൻ ഇസ്ലാം അനുസരിച്ച് ജീവിക്കാം എന്ന് ഒരു രാജ്യം അവിടെ വളരെ സമാധാനപൂർണ്ണമായി ഇസ്ലാം അനുസരിച്ച് ഇസ്ലാം ഉയർത്തിപ്പിടിച്ച് ജീവിക്കാൻ സാധിക്കും. ഇവിടെയാണെങ്കിൽ അതിന് സാധിക്കുന്നില്ല, തൗഹീദിന് സാധിക്കുന്നില്ല, നിസ്കാരത്തിന് സാധിക്കുന്നില്ല. ഒരവസ്ഥ വന്നാൽ നമുക്ക് ഈ കാര്യങ്ങളൊന്നും തടസ്സമാകാൻ പാടില്ല. അത് അവർക്ക് മാത്രം ഇറങ്ങിയ ആയത്തല്ല, ഇതുപോലെ ജീവിതത്തിന്റെ ഏത് കാര്യത്തിലും അല്ലാഹു തആല ഒരു കാര്യം നമ്മോട് കൽപ്പിച്ചു കഴിഞ്ഞാൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ ഒരു കാര്യം നമ്മോട് കൽപ്പിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു വസ്തുക്കളോടുമുള്ള മഹബ്ബത്ത് അത് ചെയ്യുന്നതിന് നമുക്ക് തടസ്സമാകാൻ പാടില്ല എന്ന താക്കീതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറഞ്ഞു. ചുരുക്കം പറഞ്ഞാൽ പല പണ്ഡിതന്മാരും പറഞ്ഞതുപോലെ ഈ ആയത്ത് ഒരു പരീക്ഷണത്തിന്റെ ആയത്താണ്. ആർക്കുള്ള പരീക്ഷണം? മഹബ്ബത്തുണ്ട് എന്ന് നാവ് കൊണ്ട് പറയുന്ന ആളുകൾക്കുള്ള പരീക്ഷണം. അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്നവനാണ്, ദീനിന് ഇഷ്ടപ്പെടുന്നവനാണ്, റസൂലിന് എനിക്ക് പെരുത്തിഷ്ടമാണ് എന്ന് പറയുന്ന ഓരോരുത്തർക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയ പരീക്ഷണമാണ്. കാരണം മഹബ്ബത്ത് എന്ന് പറയുന്നത് അത് പ്രകടമാക്കേണ്ടത്, അത് പ്രകടമാകുന്ന കാര്യമാണ്. അതിന്റെ അസ്ല് ഖൽബിലാണെങ്കിലും അത് അവിടെ മാത്രം ഒതുങ്ങി നിൽക്കുകയില്ല, അതിന് തെളിവുകളുണ്ട്. ഇതേപോലത്തെ മറ്റൊരായത്താണ് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു ആലി ഇംറാനിൽ പറഞ്ഞത്, ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹ്. നബിയെ പറയുക, അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്നുണ്ടോ എങ്കിൽ താങ്കളെ പിൻപറ്റാൻ പറയണം, ജീവിതത്തിന്റെ ഏത് മേഖലയിലും താങ്കളെ പിൻപറ്റാൻ പറയണം. യുഹ്ബിബുകുമുല്ലാഹ്, എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ തിരിച്ചു ഇഷ്ടപ്പെടും എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. പണ്ഡിതന്മാർ പറയും ഈ 2 ആയത്തുകളും ആയത്തുൽ മിഹ്ന, പരീക്ഷണത്തിന്റെ ആയത്ത് എന്ന് പറയുന്ന കാര്യമാണ്. കാരണം ഈ 2 ആയത്തിൽ അവൻ യഥാർത്ഥത്തിലുള്ള മഹബ്ബത്ത് അള്ളാഹുവിനോടും അവന്റെ റസൂലിനോടും സ്നേഹം കാണിച്ചിട്ടുണ്ടോ ഇല്ലേ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യം പറഞ്ഞ ആയത്തിൽ അള്ളാഹുവിനോടുമുള്ള റസൂലിനോടുള്ള സ്നേഹമാണോ വലുത്, അതല്ല അവന്റെ ദുന്യവിയായ ഈ കാര്യങ്ങളാണോ വലുത്, അവന്റെ ദേഹേച്ഛയാണോ അവൻ മുന്തിക്കുന്നത്, അല്ല അള്ളാഹുവിന്റെയും അവന്റെ റസൂലിനെയുമാണോ മുന്തിക്കുന്നത് എന്ന് വളരെ കൃത്യമായി വ്യക്തമാകുന്നതോടുകൂടി അവന്റെ മഹബ്ബത്ത് ഉണ്ടോ ഇല്ലേ എന്ന് വ്യക്തമാകും. രണ്ടാമത്തെ ആയത്തിൽ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിക്കൊണ്ട് അവൻ അള്ളാഹുവിനോടും റസൂലിനോടുള്ള മഹബ്ബത്ത് പ്രകടമാക്കാൻ സാധിക്കും. അങ്ങനെയാണ് മഹബ്ബത്ത് പ്രകടമാകുക. അതല്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആലയും റസൂലിനെയും ഇഷ്ടപ്പെടുന്നുണ്ട് എന്നൊരാൾ പറയുകയും അള്ളാഹും റസൂലും പറയുന്നത് അവൻ ധിക്കരിക്കുകയും ചെയ്താൽ അതൊരിക്കലും യഥാർത്ഥ രൂപത്തിലുള്ള മഹബ്ബത്തല്ല. ചില കവികൾ പറഞ്ഞതുപോലെ, തഅസിൽ ഇലാഹ വ അൻത തസ്ഉമു ഹുബ്ബഹ്, നീ നിന്റെ ആരാധ്യൻ റബ്ബിനെ
നീ ധിക്കരിക്കുന്നു, പക്ഷെ നീ വാദിക്കുന്നത് അവനെ നീ ഇഷ്ടപ്പെടുന്നുണ്ടെന്നാണ്. ഹാദാ ലഅംരി ഫിൽ ഖിയാസ് ബദീഉ, ഇതൊരിക്കലും ഖിയാസാക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ലൗ കാന ഹുബ്ബുക സാദിഖൻ ലഅതഅതഹു, നിന്റെ സ്നേഹം അത് നിഷ്കളങ്കമാണെങ്കിൽ, സത്യസന്ധമാണെങ്കിൽ നീ ആരെയാണോ ഇഷ്ടപ്പെടുന്നത് അവരെ നീ അനുസരിക്കേണ്ടതാണ്. കാരണം ഇന്നൽ മുഹിബ്ബ ലിമൻ യുഹിബ്ബു മുതീഉ, തീർച്ചയായും ഇഷ്ടപ്പെടുന്നവൻ, ഒരാൾ ഇഷ്ടപ്പെടുന്നു എന്ന് പറഞ്ഞാൽ അയാൾ പറയുന്നത് അനുസരിക്കാൻ അവൻ ബാധ്യസ്ഥനായിരിക്കും, അവൻ അനുസരിക്കുന്നതായിരിക്കും. ഒരാളെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ അയാൾ ഒന്നും പറഞ്ഞാൽ ഞാൻ കേൾക്കൂല. ഉപ്പാനെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, ഉപ്പ പറഞ്ഞ ഒരു കാര്യം അനുസരിക്കൂല. ആ പറയുന്നതിന് വല്ല അർത്ഥമുണ്ടോ? ആരെങ്കിലും പറയോ നല്ല ഉപ്പാൻ ഇഷ്ടമുള്ള മോനാണെന്ന് ആരെങ്കിലും പറയും? ഇല്ല, ഒരിക്കലും പറയില്ല, ഒരിക്കലും അത് പറയുകയില്ല. അപ്പൊ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾ ഇഷ്ടമാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടമാണ് എന്ന് പറയുകയും റസൂലിന്റെ കൽപ്പനകൾ അവൻ പാലിക്കാതിരിക്കുകയും ചെയ്താൽ അവന്റെ ഹുബ്ബ് അത് സിദ്ഖുള്ളതാണ്, സത്യസന്ധതയുള്ളതാണ് എന്നൊരിക്കലും പറയുകയില്ല. അവിടെ മനസ്സിലാക്കേണ്ടത്, ഇത് എല്ലാ തിന്മകൾ ചെയ്യുന്ന ആളുകളും അവർ പൂർണ്ണമായി അള്ളാഹുവിന്റെ റസൂലിനെയും അള്ളാഹുവിനെയും ഇഷ്ടപ്പെടാത്തവരാണ് എന്ന അർത്ഥത്തിലല്ല, വേർതിരിച്ച് മനസ്സിലാക്കണം. അവിടെ പണ്ഡിതന്മാർ വിശദീകരിച്ചത്, ഒരാൾ ഒരിക്കലും അള്ളാഹുവിനെ റസൂലിനെ ഇഷ്ടപ്പെടുന്നില്ല, അല്ലെങ്കിൽ ഒരിക്കലും അനുസരിക്കുന്നില്ല. എന്ത് കാര്യം അവന്റെ മുന്നിലുണ്ടോ അള്ളാഹും റസൂലും പറഞ്ഞത് ഇങ്ങനെയാണെങ്കിൽ അവൻ അതിനെതിരെ മാത്രമേ ചെയ്യുന്നുള്ളൂ, ഇതാണ് അവന്റെ ജീവിതം, അങ്ങനെ തന്നെയാണ്, എങ്കിൽ അവൻ കാഫിറാണ്. അള്ളാഹും റസൂലും പറഞ്ഞ ഒരു കാര്യവും അനുസരിക്കുന്നില്ല. ഏതൊരു കാര്യമുണ്ടോ അവൻ ചിന്തിച്ച, അവന്റെ ദേഹിച്ച ഒന്നുണ്ട്, അത് മാത്രമേ അവൻ ചെയ്യുകയുള്ളൂ. ഒരു കാര്യത്തിലും അള്ളാഹുവിനും റസൂലിനെയും അനുസരിക്കുന്നില്ല. നിരുപാധികമായ അനുസരണക്കേട് അള്ളാഹുവിനോടും റസൂലിനോടും കാണിച്ചാൽ അവൻ കാഫിറാണ്. എന്നാൽ അതല്ലാത്ത ചില ആളുകളുണ്ടാകും, ചില കാര്യങ്ങളിൽ അള്ളാഹുവിനെ അനുസരിക്കും, ചില കാര്യങ്ങൾ റസൂലിനെ അനുസരിക്കും, പക്ഷെ ചില കാര്യങ്ങളിൽ അനുസരിക്കുകയില്ല. ഇവർ പാപികളാണ്, ഇവർ അള്ളാഹുവിനും റസൂലിനെ തീരെ ഇഷ്ടപ്പെടാത്ത ആളുകളാണെന്ന് പറയാൻ സാധിക്കുകയില്ല, അല്ലെ? അതുകൊണ്ട് തീരെ അവർ ഇഷ്ടപ്പെടാത്തവരാണെന്ന് പറയുകയില്ല, മറിച്ച് ഇവർ പാപികളാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇതൊക്കെ നമ്മളും ജീവിതത്തിൽ വരുന്ന കാര്യം തന്നെയാണ്, നമ്മളിതൊന്നും ഒഴിവല്ല. നമ്മൾ ഏതെങ്കിലുമൊക്കെ കാര്യത്തിൽ അള്ളാഹുവിനും റസൂലിനെ അനുസരിക്കാണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ മഹബത്ത് അതിനു മാത്രം കുറവാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. നമ്മൾ ആ മഹബത്ത് കുറഞ്ഞത് കൊണ്ടാണ്. അള്ളാഹു തആലയോടുള്ള അങ്ങേയറ്റത്തെ മഹബത്ത് ഉണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും ഒരു ഘട്ടത്തിലും രഹസ്യത്തിലും പരസ്യത്തിലും അള്ളാഹു സുബ്ഹാനഹു വ തആല ധിക്കരിക്കാൻ സാധിക്കുകയില്ല. അപ്പോൾ ഇതാണ് ഈ ആയത്തിൽ പറഞ്ഞിട്ടുള്ളത്. പിന്നീട് പണ്ഡിതന്മാർ വിശദീകരിച്ചത്, മഹബത്ത് അത് 3 തരത്തിലുണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം അത് 3 തരത്തിലുണ്ട്. ഒന്ന് മഹബത്തുൻ, അതൊന്ന് നാഫിആയ അൽ മഹബത്തുൻ നാഫിഅ, ഉപകാരപ്രദമായ സ്നേഹം. രണ്ടാമത്തേത് മഹബത്തുൻ വാറ, ഉപദ്രവകരമായ സ്നേഹം. മൂന്നാമത്തേത് മഹബത്തുൻ ബൈന ഹാദൈൻ, ഇതിന് രണ്ടിന്റെയും ഇടയിലുള്ള സ്നേഹം. 3 വിശദീകരിക്കാം. അതിലൊന്നാമത്തേത് മഹബത്തുൻ നാഫിഅ, ഉപകാരപ്രദമായ സ്നേഹം എന്ന് പറയുന്നത് ഒന്ന് മഹബത്തുല്ലാഹ്, അള്ളാഹുവിനോടുള്ള സ്നേഹമാണ്. 2 മഹബത്തുൻ ഫില്ലാഹ്, അള്ളാഹുവിന്റെ മാർഗത്തിൽ നീ ഒരാളെ സ്നേഹിക്കുന്നു, ഒരു കാര്യത്തെ സ്നേഹിക്കുന്നു, അതാണ്. 3 മഹബത്തുൻ മാ യുഹിബ്ബുല്ലാഹ് വമാ യുഖർരിബു ഇലാ മഹബത്തില്ലാഹ്, അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യത്തെ നീ ഇഷ്ടപ്പെടുക, അതുപോലെ അള്ളാഹുവിലേക്ക്, അവന്റെ സ്നേഹത്തിലേക്ക് നിന്നെ എത്തിക്കുന്നതായ കാര്യങ്ങൾ, അതിനെ നീ ഇഷ്ടപ്പെടുക. ഇതാണ് നിനക്ക് ഉപകരിക്കുന്ന മഹബത്ത്. മനസ്സിലാക്കി വെക്കുക. ഒന്ന് അള്ളാഹുവിനെ സ്നേഹിക്കുക, അള്ളാഹുവിന്റെ മാർഗത്തിൽ നീ ആളുകളെ സ്നേഹിക്കുക. 3 അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന, അവന്റെ ഇഷ്ടം നമുക്ക് ലഭിക്കാൻ കാരണമാക്കുന്ന കാര്യങ്ങൾ ഇഷ്ടപ്പെടുക. ഇതാണ് മഹബത്തുൻ നാഫിഅ. രണ്ടാമത് മഹബത്തുൻ വാറ, ഉപദ്രവകരമായ മഹബ്ബ. ആ മഹബ്ബ നമുക്കുണ്ടെങ്കിൽ അത് നമുക്ക് ഉപദ്രവകരമായിരിക്കും. അതിലൊന്ന് അൽ മഹബ്ബത്തു മഅല്ലാഹ്, അള്ളാഹുവിനോടൊപ്പമുള്ള, അതായത് അള്ളാഹുവിന് മാത്രം കൊടുക്കേണ്ട മഹബ്ബത്തുൻ മഹ്ള, അത് മറ്റൊരാൾക്ക് കൊടുക്കുക. നേരത്തെ മുശ്രിക്കുകളുടെ കാര്യം പറഞ്ഞതുപോലെ, ശിർക്ക് ചെയ്യുന്ന ആളുകളുടെ കാര്യം പറഞ്ഞതുപോലെ. 2 മഹബ്ബത്തുൻ മാ യുബ്ഗിലുഹുല്ലാഹ്, അള്ളാഹുവിന് വെറുപ്പുണ്ടാക്കുന്ന കാര്യം നമ്മൾ ഇഷ്ടപ്പെടുക, അത് നമുക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന കാര്യമാണ്. ശിർക്ക് മാത്രമായിക്കൊള്ളുന്നില്ല, അള്ളാഹുവിന് വൻപാപങ്ങൾ വെറുപ്പാണ്, ബിദ്അത്തുകൾ അള്ളാഹുവിന് വെറുപ്പാണ്, അള്ളാഹുവിന് കോപമുണ്ടാക്കുന്ന കാര്യമാണ്. ഇതൊരാൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അതിനോടുള്ള ഇഷ്ടം അവന് മഹബ്ബത്തുല്ലാഹ്, ഉപദ്രവകരമായതാണ്. 3 അൽ മഹബ്ബത്തുല്ലതി തുശ്ഗിലു അമ്മാ യുഹിബ്ബുഹുല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ നിന്നും നിന്നെ തെറ്റിച്ച് കളയുന്ന കാര്യത്തെ നീ ഇഷ്ടപ്പെടുകയാണ് എങ്കിൽ അതും മഹബ്ബത്തുല്ലാഹ്. നേരത്തെ നമ്മൾ പറഞ്ഞ പല കാര്യങ്ങളും ഇത് ഖുലാസയാക്കി പറഞ്ഞതാണ്. അള്ളാഹുവിന് ഉണ്ടാക്കുന്ന കാര്യങ്ങളിൽ നിന്നും നിന്നെ തെറ്റിച്ച് കളയുന്ന ഏത് കാര്യമാകട്ടെ, അത് നിന്റെ ഭക്ഷണത്തിനോടുള്ള പ്രിയമാകട്ടെ, ഉറക്കത്തിനോടുള്ള പ്രിയമാകട്ടെ, നിന്റെ സഞ്ചാരത്തിനോടുള്ള പ്രിയമാകട്ടെ, ഇതെല്ലാം അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ നിന്നും നിന്നെ തെറ്റിച്ച് കളയുന്നുണ്ട് എങ്കിൽ, ഇബാദത്തുകളിൽ നിന്ന് നിന്നെ തെറ്റിച്ച് കളയുന്നുണ്ട് എങ്കിൽ അത് നിനക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന
കാര്യമാണ് എന്ന് മനസ്സിലാക്കുക. ഈ 6 കാര്യങ്ങളായിരിക്കും മഹബ്ബത്തുൻ നാഫിഅ, ആദ്യം 3 മഹബ്ബത്തുൽ ളാറ, പിന്നെ പറഞ്ഞ 3. ഈ 6 കാര്യങ്ങളിലായിരിക്കും എപ്പോഴും ഉപകാരവും ഉപദ്രവമുള്ള മഹബ്ബത്തുകൾ ഉണ്ടാക്കുക. എന്നാൽ ഇതിനിടയിലുള്ളതാണ് നമ്മൾ നേരത്തെ വിശദീകരിച്ച അൽ മഹബ്ബത്തുൽ ജായിസ് അൽ മുബാഹ, അനുവദനീയമായ മഹബ്ബത്ത് എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് 3 നിബന്ധനകൾ ഒത്താൽ അത് അനുവദനീയമാണ്, തെറ്റില്ല. നിനക്ക് പ്രത്യേകിച്ച് കൂലിയില്ല, എന്നാൽ നിനക്ക് കുറ്റവുമില്ല. അങ്ങനെ മുബാഹായ ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നേരത്തെ പറഞ്ഞു, ഒരാൾക്കുള്ള ഭക്ഷണത്തിനോടുള്ള ഇഷ്ടം, ഉറക്കത്തിനോടുള്ള ഇഷ്ടം, ഒരാൾക്ക് മാതാപിതാക്കൾ, കുട്ടി, അങ്ങനെയൊക്കെ ഉള്ള ഇഷ്ടം, അതിൽ പ്രത്യേക നിയത്തൊന്നും വെക്കാതെയുള്ള മഹബത്താണ് എങ്കിൽ അതിനെന്തില്ല, അതിന് ഉപകാരം, അതിന് നാഫിയാണെന്നും ളാറാണെന്നും പറയാൻ പറ്റില്ല. അത് മുബാഹായ അനുവദനീയമായ കാര്യം എന്നാണ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇതിനുശേഷം പിന്നീട് അദ്ദേഹം കൊടുത്തത് അടുത്ത ഹദീസാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാൽ ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബു ഇലൈഹി മിൻ വലദിഹി വവാലിദിഹി വന്നാസി അജ്മഈൻ. ഇഖ്റാജു അഹ്മദ്. അനസ് റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസാണ്. ഇത് സഹീഹ് ബുഖാരിയിലും മുസ്ലിമിലും ഉണ്ട്. ഇതേ അർത്ഥത്തിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസ് അത് സഹീഹ് ബുഖാരിയിലുണ്ട്. വല്ലദീ നഫ്സി ബിയദിഹി, എന്റെ ആത്മാവ് ആരുടെ കയ്യിലാണോ സത്യം, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാൾ വിശ്വാസിയാവുകയില്ല, ഹത്താ അകൂന അഹബ്ബ ഇലൈഹി, ഞാൻ അവൻ ഏറ്റവും പ്രിയങ്കരനാകുന്നത് വരെ, മിൻ വലദിഹി വവാലിദിഹി, അവന്റെ കുട്ടിയേക്കാൾ, അവന്റെ സന്താനത്തെക്കാൾ, അവന്റെ മാതാപിതാക്കളെക്കാൾ എന്നും ഈ ഹദീസ് വന്നിട്ടുണ്ട്. നമ്മുടെ വന്നിട്ടുള്ള ഈ ഹദീസിൽ അതിന്റെ അർത്ഥമുള്ളത് ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങൾ ഒരാൾ വിശ്വാസിയാവുകയില്ല, ഹത്താ അകൂന അഹബ്ബ ഇലൈഹി, ഞാൻ അവൻ ഏറ്റവും പ്രിയങ്കരനാകുന്നത് വരെ, മിൻ വലദിഹി വവാലിദിഹി വന്നാസി അജ്മഈൻ, തന്റെ സന്താനങ്ങളെക്കാൾ, തന്റെ മാതാപിതാക്കളെക്കാൾ, ജനങ്ങൾ മുഴുവനേക്കാളും ഞാൻ ഏറ്റവും പ്രിയങ്കരാകുന്നത് വരെ എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ നമ്മൾ ചിന്തിക്കേണ്ട ഒന്നാമത്തെ കാര്യം, എന്തുകൊണ്ടാണ് ഈ അധ്യായം കിതാബ് തൗഹീദിൽ എന്താണ് ചർച്ച ചെയ്യുന്നത്? അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഹുഖൂഖുകളാണ്, അവനോടുള്ള കടപ്പാടുകളാണ്, ബാധ്യതകളാണ്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള മഹബ്ബത്താണ് ചർച്ചാ വിഷയം. പിന്നെ എന്തിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തെക്കുറിച്ച് ഇവിടെ ചർച്ച ചെയ്തത്? എന്തുകൊണ്ടാണ് ആ ഹദീസ് ഇവിടെ വന്നിട്ടുള്ളത്? അള്ളാഹു സുബ്ഹാനഹു വ തആലയുള്ള സ്നേഹത്തിന്റെ വിഷയം പ്രതിപാദിക്കുന്ന 2 ആയത്തുകളാണ് നമ്മൾ ആദ്യം പറഞ്ഞത്. ഇവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. നിങ്ങളിൽ ഒരാളും ഈമാനുള്ളവരാവുകയില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ഈമാൻ പൂർത്തിയാവുകയില്ല, നിങ്ങളുടെ സന്താനങ്ങളെക്കാൾ, നിങ്ങളുടെ മാതാപിതാക്കളെക്കാൾ, ജനങ്ങൾ മുഴുവനേക്കാളും ഞാൻ, അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആളാകുന്നത് വരെ എന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടത്തെക്കുറിച്ച് ഇവിടെ ചർച്ച ചെയ്തത്? പണ്ഡിതന്മാർ പറയുന്നു പ്രധാനമായി 2 കാര്യമാണ്. അതിലൊന്നാമത്തെ കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള മഹബ്ബത്ത് അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബ്ബത്തിനെ അനിവാര്യമാക്കുന്ന കാര്യമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെടുന്നു. അപ്പൊ അല്ലാഹു തആലയോടുള്ള മഹബ്ബത്തിൽ പെട്ടതാണ് അല്ലാഹു ഇഷ്ടപ്പെട്ടതിനെ നമ്മൾ ഇഷ്ടപ്പെടുക എന്നുള്ളത്. അതുകൊണ്ട് ഒരാൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അങ്ങേയറ്റത്തെ സ്നേഹം കാണിക്കുക എന്നുള്ളത് അത് അവൻ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുണ്ട് എന്നതിന്റെ താല്പര്യമാണ്. കാരണം അല്ലാഹു തആല റസൂലിനെ ഇഷ്ടപ്പെടുന്നു, മഹബ്ബത്താണ്. അല്ല, അതിനേക്കാളും വലിയ സ്ഥാനമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകിയത്. ഏത് സ്ഥാനമാണ്? ഖുല്ലത്തിന്റെ സ്ഥാനമാണ് നൽകിയത്, ഖലീലാക്കിയിരിക്കുന്നു. മഹബ്ബത്തിനേക്കാളും മേലെയാണ്, ഹബീബിനേക്കാളും മേലെയാണ് ഖലീൽ എന്ന് പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഹബീബുല്ലാഹ് എന്ന് പറയുന്നതിനേക്കാളും ദറജ കൂടിയ വാക്കാണ് ഖലീലുല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഖലീലാണ്. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അല്ലാഹുവിന്റെ ഖലീലാണെന്നതുപോലെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമും മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഖലീലാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങേയറ്റം ഇഷ്ടപ്പെട്ട വ്യക്തിയാണ് ആര്? മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ആ റസൂലിനെ നമ്മൾ ഇഷ്ടപ്പെടുക എന്ന് പറയുന്നത് അള്ളാഹുവിനോടുള്ള ഇഷ്ടത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഇതും കൂടി ഇവിടെ കൊടുത്തിട്ടുള്ളത്, നമ്മുടെ സ്നേഹം അങ്ങനെ ആയിത്തീരണം എന്നുള്ളത്. അഥവാ അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൽപ്പെട്ടതാണ് അള്ളാഹുവിനെ സ്നേഹിക്കുക, അള്ളാഹു ഇഷ്ടപ്പെട്ടവരെ സ്നേഹിക്കുക. അള്ളാഹു മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഇഷ്ടപ്പെട്ടിരിക്കുന്നു, അള്ളാഹു അമ്പിയാക്കളെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു, അള്ളാഹു സാലിഹ്യങ്ങളെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു. ഇവരൊക്കെ നമ്മൾ സ്നേഹിക്കുക എന്ന് പറയുന്നത് അത് അള്ളാഹു സുബ്ഹാനഹു വ തആലയോടുള്ള സ്നേഹത്തിൽപ്പെട്ടതാണ്. രണ്ടാമത്തെ കാര്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം നിനക്ക് ഇത്ര വേണമെങ്കിൽ നിന്റെ മാതാപിതാക്കളെക്കാൾ, സന്താനങ്ങളെക്കാൾ, ജനങ്ങൾ മുഴുവനേക്കാൾ അതിൽ നീ ഉൾപ്പെട്ടു, നിന്റെ സ്വന്തവും ഉൾപ്പെട്ടു. ആ ഹദീസ് അങ്ങനെ തന്നെ വരുന്നുണ്ട്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞ കാര്യമാണത്. ഒരിക്കൽ അവിടുന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, റസൂലുള്ളാഹി ഉമർ റളിയല്ലാഹുവിന്റെ കൈ പിടിച്ചിരിക്കുകയാണ്, വല്ലാഹി യാ റസൂലല്ലാഹ് ല അൻത അഹബ്ബു ഇലൈ
മിൻ കുല്ലി അഹദിൻ ഇല്ലാ മിൻ നഫ്സി. എനിക്ക് താങ്കൾ എല്ലാത്തിനേക്കാളും ഇഷ്ടമാണ്, എന്നെ മാറ്റി നിർത്തിയാൽ. അദ്ദേഹം അങ്ങനെയാണ് ധരിച്ചത്, അങ്ങനെയാണ് ഇഷ്ടപ്പെടേണ്ടതെന്നാണ് ധരിച്ചു പോയത്. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വല്ലദീ നഫ്സി ബിയദി ഹത്താ അകൂന അഹബ്ബ ഇലൈക മിൻ നഫ്സിക്. താങ്കളെ ഇഷ്ടപ്പെടുന്നതിനേക്കാളും എന്നെ ഇഷ്ടപ്പെടണം, എന്നാലല്ലാതെ ശരിയാവുകയില്ല. നിന്റെ വാജിബായ നിർബന്ധമായ ഈമാൻ ശരിയാകണമെങ്കിൽ നീ അങ്ങനെ ഇഷ്ടപ്പെടണം. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, വല്ലാഹി ലഅൻത അൽആൻ അഹബ്ബു ഇലാ മിൻ നഫ്സി. ഇപ്പോൾ എന്നെക്കാളും താങ്കളെ ഞാൻ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽആന യാ ഉമർ, ഇപ്പോഴാണ് ഉമറെ, ഇപ്പോഴാണ് നിന്റെ ഇഷ്ടം, അത് നിർബന്ധ ഇഷ്ടം, അത് ശരിയായത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള ഇഷ്ടം ഇങ്ങനെയാണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഇഷ്ടം എന്തുമാത്രമായിരിക്കണം. ഇത് മനസ്സിലാക്കി തരാനാണ് ഈ ഒരു ഹദീസ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. റസൂലുള്ളാഹിനോട് നിനക്ക് ഇത്ര ഇഷ്ടപ്പെടണമെങ്കിൽ ആ റസൂലിനെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഇഷ്ടപ്പെട്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടിയിട്ടാണ് ഇഷ്ടപ്പെട്ടത്. അപ്പൊ അല്ലാഹുവിനുള്ള സ്നേഹം എത്രയായിരിക്കണം, ഇത് മനസ്സിലാക്കി തരാനാണ് അത് ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്നാണ്. ഇനി സാന്ദർഭികമായി പണ്ഡിതന്മാർ ചില ഓർമ്മപ്പെടുത്തിയ ചില കാര്യം, ഒരാൾക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മഹബ്ബത്ത് ഉണ്ട് എങ്കിൽ അയാളിലുള്ള ചില കാര്യങ്ങൾ റസൂലുള്ളാഹിനോടുള്ള സ്നേഹത്തിൽപ്പെട്ടതാണ്. അയാൾ പുണ്യങ്ങളിൽ അങ്ങേയറ്റം ധൃതി കാണിക്കുന്ന ആളായിരിക്കും. സുന്നത്തുകൾ പിൻപറ്റാൻ, അത് കൃത്യത വരുത്താൻ അങ്ങേയറ്റം അതിന് താല്പര്യം കാണിക്കുന്ന ആളായിരിക്കും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇഷ്ടമുള്ള ആളുകൾ. റസൂലുള്ളാഹിയോട് ഇഷ്ടമുള്ള ആളുകൾ അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെയും കൽപ്പനയും മറ്റെന്തിനേക്കാളും, നാട്ടു നടപ്പിനേക്കാളും, തന്റെ ദേഹേച്ഛയേക്കാളും, തന്റെ ബുദ്ധി പറയുന്നതിനേക്കാളും അവന് മുന്തിക്കുന്നതായിരിക്കും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഇഷ്ടമുള്ളവർ അവർ തന്റെ അഭിപ്രായങ്ങളെല്ലാം തന്നെ റസൂലിന്റെ ഒരു അഭിപ്രായം വരുന്ന സമയത്ത് അതിനെ തള്ളി മാറ്റിക്കളയും, പുറംകാല് കൊണ്ട് തട്ടിക്കളയും. റസൂലുള്ളാഹിന്റെ അഭിപ്രായം അവിടെ സ്ഥിരപ്പെട്ടാൽ അതാണ് അഭിപ്രായം, ഇനി എന്റെ അഭിപ്രായത്തിന് വിലയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബ്ബത്തിൽ പെട്ടതാണ് അവിടുന്ന് പഠിപ്പിച്ച സുന്നത്തിൽ നിൽക്കുക, അതിൽ യാതൊന്നും കൂട്ടിക്കലർത്താതിരിക്കുക, അതിൽ വർധനവ് കാണിക്കാതിരിക്കുക, അള്ളാഹുവിനെ റസൂല് ഇബാദത്ത് ചെയ്തതുപോലെ ഇബാദത്ത് ചെയ്യുക, അതിനപ്പുറത്തേക്ക് ഇബാദത്ത് ചെയ്യാതിരിക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സ്നേഹത്തിൽപ്പെട്ടതാണ് അവിടുത്തെ അവിടുത്തെ അഭിമാനത്തിന് ക്ഷതമേൽക്കുന്ന കാര്യങ്ങൾ ഉണ്ടായാൽ അതിന് മറുപടി പറയുക, അതിന് ചെറുത്തു നിൽക്കുക. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള മഹബ്ബത്തിൽപ്പെട്ടതാണ്. അവിടുത്തോടുള്ള മഹബ്ബത്തിന്റെ അടയാളത്തിൽപ്പെട്ടതാണ് അവിടത്തേക്ക് ധാരാളമായി സലാത്ത് ചൊല്ലുക. റസൂലിന്റെ പേര് കേൾക്കുമ്പോൾ സലാത്ത്, റസൂലിനെ വേണ്ടി നമ്മൾ സലാത്ത് ചൊല്ലുക, അള്ളാഹുവിനോട് ദുആ ചെയ്യുക, അവിടുത്തോടുള്ള സ്നേഹത്തിൽപ്പെട്ടതാണ്. അതുകൊണ്ട് സഹോദരങ്ങൾ, റസൂലിനോടുള്ള സ്നേഹം എന്ന് പറയുന്നത് അത് ഒരുപാട് ഇബാദത്തിലൂടെ തെളിഞ്ഞു വരേണ്ട കാര്യമാണ്. എങ്ങനെയാണ് നമുക്ക് അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കാതിരിക്കാൻ സാധിക്കും? കാരണം അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല റസൂലിനെ സ്നേഹിക്കാൻ നമ്മോട് കൽപ്പിച്ചിരിക്കുന്നു. ഈ ഹദീസിൽ വന്നതുപോലെ അള്ളാഹുവിന്റെ വഹിയാണല്ലോ ഇത്, അള്ളാഹുവിന്റെ കൽപ്പനയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുക എന്നുള്ളത്. പിന്നീട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതുപോലെ നമുക്ക് ഏറ്റവും വലിയ സുഹൃതം നമുക്ക് ഭൂമിയിൽ ചെയ്തു തന്നത് നമ്മുടെ ഉപ്പയോ ഉമ്മയോ അല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഔദാര്യത്താൽ അല്ലാഹു പറഞ്ഞല്ലോ, ലഖദ് മന്നല്ലാഹു അലൽ മുഅ്മിനീന ഇദ് ബഅസ ഫീഹിം റസൂല, തീർച്ചയായും നിങ്ങളിൽ നിന്നും ഒരു ദൂതനെ തിരഞ്ഞെടുക്കുക വഴി അല്ലാഹു നിങ്ങളോട് വലിയ ഔദാര്യമാണ് ചെയ്തിട്ടുള്ളത്. മിൻ അൻഫുസിഹിം, നിങ്ങളിൽ നിന്ന് തന്നെ, യത്ലു അലൈഹിം ആയാതി, അദ്ദേഹം നിങ്ങൾക്ക് ഖുർആനിക ആയത്തുകൾ പാരായണം ചെയ്യുന്നു. വയുസക്കീഹിം, അദ്ദേഹം നിങ്ങളെ പരിശുദ്ധപ്പെടുത്തുന്നു. വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ, ഖുർആനും ഹദീസും അദ്ദേഹം നിങ്ങളെ പഠിപ്പിച്ചു തരികയാണ്. വഇൻ കാനൂ മിൻ ഖബ്ലു ലഫീ ളലാലിൻ മുബീൻ, അതിനു മുമ്പ് തീർച്ചയായും നിങ്ങൾ വ്യക്തമായ വഴികേടിലാണ്. നമ്മൾ ഓരോരുത്തരും അങ്ങനെ തന്നെയാണ്. ഇത് മക്കാ മുശ്രിക്കുകളുടെ മാത്രം കാര്യമല്ല, ഹിദായത്തിലേക്ക് എത്തുന്നതിന് മുമ്പുള്ള നമ്മുടെ അവസ്ഥ ആലോചിച്ചു നോക്കുക. അതിൽ നിന്ന് നമ്മൾ ഹിദായത്തിലേക്ക് എത്തിയത്, നമുക്ക് പരിശുദ്ധി കിട്ടിയിട്ടുള്ളത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് എത്തിച്ചു തന്ന ഈ ദീനിന്റെ അടിസ്ഥാനത്തിലാണ്. ആ ഹക്ക്, ആ ബാധ്യത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കുണ്ട്. അതുപോലെ തന്നെ ഒരു മനുഷ്യൻ ഏറ്റവും കമാൽ ഇഷ്ടപ്പെടുന്നവനാണ്, ഏറ്റവും വലിയ ഭംഗിയുള്ള സ്വഭാവ മഹിമകൾ എന്ത് കാര്യത്തിലാകട്ടെ അതിൽ ഏറ്റവും ഉയർന്നതിനെ മനുഷ്യൻ ഇഷ്ടപ്പെടുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇതിൽ എല്ലാ മേഖലയിലും ഏറ്റവും ഉയർന്ന ഗുണമാണുള്ളത്. എങ്ങനെയാണ് പിന്നെ റസൂലിനെ ഒരാൾക്ക് ഇഷ്ടപ്പെടാതിരിക്കാൻ സാധിക്കുക? അതുകൊണ്ട് ഏറ്റവും കൂടുതൽ നമ്മൾ ഇഷ്ടപ്പെടേണ്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയോടുള്ള ഇഷ്ടം അതിനേക്കാൾ നമുക്ക് മുകളിലാണ് എന്ന് മനസ്സിലാക്കുക. അടുത്തതായി അദ്ദേഹം കൊടുത്ത ഹദീസ്, വലഹുമാ അൻഹു റളിയല്ലാഹു അൻഹു. വലഹുമ എന്ന് പറഞ്ഞാൽ ഇവിടെ ബുഖാരിയും മുസ്ലിമും ഉദ്ധരിച്ചിട്ടുണ്ട്. അൻഹു എന്ന് പറഞ്ഞാൽ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു, അതായത് തൊട്ടുമുമ്പത്തെ ഹദീസും അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിന്റേതാണ്. അപ്പൊ അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹുവിൽ നിന്നും ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസ്,
അവിടുന്ന് അദ്ദേഹം പറഞ്ഞു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസുൻ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ. 3 കാര്യങ്ങൾ അതൊരാളിൽ ഉണ്ടായാൽ അവൻ ഈമാനിന്റെ മാധുര്യം ആസ്വദിച്ചിരിക്കുന്നു. അൻ യകൂന അല്ലാഹു വറസൂല അഹബ്ബു ഇലൈഹി മിമ്മാ സിവാഹുമ. അല്ലാഹും റസൂലും അവൻ മറ്റെന്തിനേക്കാളും ഏറ്റവും പ്രിയങ്കരമായി തീരുക. വ അൻ യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബു ഇല്ലാ ലില്ലാഹ്. അവനൊരു വ്യക്തിയെ ഇഷ്ടപ്പെടുക. അൻ യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്. അല്ലാഹുവിന് വേണ്ടിയിട്ടല്ലാതെ അവൻ ഒരാളെ ഇഷ്ടപ്പെടുന്നില്ല. വ അൻ യക്റഹ അൻ യഊദ ഫിൽ കുഫ്രി ബഅദ അൻ അൻഖദഹു അല്ലാഹു മിൻ കമാ യക്റഹു അൻ യഖ്ദിഫ ഫിന്നാർ. അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ കുഫറിൽ നിന്നും രക്ഷിച്ചിട്ടുണ്ട്. തൗഹീദിലേക്ക് അവൻ എത്തിയിട്ടുണ്ട്. അതിൽ നിന്നും തിരിച്ചാ കുഫറിലേക്ക് എറിയപ്പെടുന്നത് തീയിലെറിയപ്പെടുന്നത് പോലെ വെറുക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ 3 ഗുണങ്ങളിൽ ഒരാളിൽ ഉണ്ടെങ്കിൽ അവൻ ഈമാനിന്റെ മാധുര്യം ആസ്വദിച്ചു എന്നാണ്. പണ്ഡിതന്മാർ പറയുന്നത് ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കാനുള്ള ആകെയുള്ള 3 കാര്യങ്ങളല്ല ഇത്. മറിച്ച് ഈ ഹദീസിൽ അവർ പറഞ്ഞതുപോലെ തഹ്ഖീഖുൽ മഹബ്ബത്തി സാദിഖ, സത്യസന്ധമായ സ്നേഹത്തെ സാക്ഷാത്കരിക്കുന്ന 3 റുക്കനുകൾ ഇതിലുണ്ട് എന്നാണ്. നിന്റെ സ്നേഹം അത് സത്യസന്ധമാകണമെങ്കിൽ 3 കാര്യങ്ങൾ അതിലുണ്ടായിരിക്കേണ്ടതുണ്ട്. അത് മൂന്നും അവിടെ പറഞ്ഞിട്ടുണ്ട്. ആ 3 കാര്യങ്ങളും നിന്നിലുണ്ട് എങ്കിൽ നിന്റെ മഹബ്ബത്തുല്ലാഹ്, അള്ളാഹുവിനോടുള്ള സ്നേഹം അത് പൂർണ്ണമായി തീരും. അതുകൊണ്ട് വളരെ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ട ഒരു ഹദീസാണത്. അതിൽ ഒന്നാമത്തെ കാര്യം, നിന്റെ മഹബ്ബത്ത് അത് നിനക്ക് സാദിഖാകണമെങ്കിൽ, സത്യസന്ധമാകണമെങ്കിൽ ഒന്നാമത്തെ കാര്യം നീ അതിനെ പൂർത്തീകരിക്കണം. നിന്റെ മഹബ്ബത്തിനെ പൂർത്തീകരിക്കണം. എങ്ങനെയാണ് മഹബ്ബത്തിനെ പൂർത്തീകരിക്കേണ്ടത്? അതിൽ ഒന്നാമത് പറഞ്ഞ പോയിന്റാണ് അൻ യകൂന അല്ലാഹു വറസൂലു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമ. അല്ലാഹും റസൂലും അവൻ മറ്റെന്തിനേക്കാളും പ്രിയങ്കരമുള്ളതായി തീരണം. എങ്കിലാണ് നിന്റെ മഹബ്ബത്ത് പൂർത്തീകരിക്കുന്ന മഹബ്ബത്താവുകയുള്ളൂ. മറ്റെന്തു വസ്തുവിനേക്കാളും, മറ്റെന്തു വ്യക്തിയെക്കാളും, മനുഷ്യരെക്കാളും, ആളുകളെക്കാളും അള്ളാഹും റസൂലും അവന് പ്രിയങ്കരമുള്ളതായി തീരണം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെയാണ്. പ്രിയങ്കരം എന്ന് പറഞ്ഞാൽ നാവ് കൊണ്ടല്ല. അള്ളാഹുവിന്റെ റസൂൽ ഖാല അല്ലാഹ് എന്നത്, ഖാല റസൂലുള്ളാഹ് എന്നത്, ഖാല അബി എന്റെ ഉപ്പ പറഞ്ഞത്, ഖാല ഇബ്നി എന്റെ മകൻ പറഞ്ഞത്, അല്ലെങ്കിൽ ഖാല ഫുലാൻ ഇന്നാൽ എന്ന വ്യക്തി പറഞ്ഞത്. ഇങ്ങനെയാണ്. അള്ളാഹും റസൂലും പറഞ്ഞതിനെതിരാണ്. ഏതിനെ നമ്മൾ മുന്തിക്കും? അള്ളാഹും റസൂലും പറഞ്ഞതിനെ മുന്തിക്കും. അപ്പോഴാണ് അള്ളാഹുവിനെ റസൂലിനെയും നീ മറ്റെന്തിനേക്കാളും ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത്. അതായത് മറ്റാരേക്കാളും നീ അവരെ പിന്തുടരുന്ന കാര്യത്തിൽ മുന്തിച്ചാലേ നീ മറ്റാരേക്കാളും അവരെ ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നുള്ളൂ. നിന്റെ ജോലിയേക്കാൾ, ഒരാൾ സമ്പത്തിനേക്കാളും അള്ളാഹുവിന്റെ റസൂലിനെ ഇഷ്ടപ്പെട്ടു എന്നപ്പോഴാണ് പറയുക. സമ്പത്ത് അത് ഉണ്ടാക്കുന്ന കാര്യത്തിൽ പല രൂപത്തിലെ മാർഗങ്ങളുണ്ട്. പലിശയുള്ള മാർഗങ്ങളുണ്ട്. അങ്ങനെ പല രൂപത്തിലുള്ള സമ്പാദ്യ മാർഗങ്ങളുണ്ട്, ഹറാമായ മാർഗങ്ങൾ. സമ്പത്തിനോടുള്ള ആഗ്രഹം ഒരിക്കലും തെറ്റായ കാര്യമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല സമ്പത്ത്, അത് നല്ല മാർഗത്തിൽ ചെലവഴിക്കുന്നവനെ പുകഴ്ത്തിയിട്ടുണ്ട്. പക്ഷെ ഒരാളുടെ സമ്പത്തിനോടുള്ള ആഗ്രഹം അതെപ്പോഴാണ് ഹറാമായി തീരുന്നത്? അള്ളാഹും റസൂലും വിലക്കിയ കാര്യത്തിനേക്കാൾ അതിനെ മാറ്റി നിർത്തിയിട്ട് ആ സമ്പത്തിനെ സ്വായത്തമാക്കാൻ അവൻ ശ്രമിച്ചാൽ ഈ പറഞ്ഞ കാര്യമായി അവന്റെ മഹബ്ബത്ത് പൂർണ്ണമായിട്ടില്ല. അതുകൊണ്ട് നിന്റെ മഹബ്ബത്ത് അത് സാദിഖാകണമെങ്കിൽ, സത്യസന്ധമാകണമെങ്കിൽ അത് പൂർണ്ണമാകണം. അതാണ് ഒന്നാമത്തെ റുക്ന് പറഞ്ഞത്, അൻ യകൂന അല്ലാഹു വറസൂലു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹും. അല്ലാഹും റസൂലും മറ്റെന്തിനേക്കാളും അവൻ പ്രിയങ്കരമായി തീരണം. രണ്ടാമത്തെ കാര്യം, അള്ളാഹുവിനെ അതിനെ അനിവാര്യമാക്കുന്ന ചില കാര്യമുണ്ട്. അള്ളാഹുവിനോടുള്ള സ്നേഹം എന്തിനെ അനിവാര്യമാക്കുന്നുണ്ട്? അള്ളാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെട്ടതിനെ ഇഷ്ടപ്പെടാൻ അനിവാര്യമാക്കുന്നുണ്ട്. അതാണ് രണ്ടാമത്തെ കാര്യം പറഞ്ഞത്. അൻ യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്. അള്ളാഹുവിന് വേണ്ടിയിട്ടല്ലാതെ നീ ഒരാളെ ഇഷ്ടപ്പെടുന്നില്ല. ഇത് നിസ്സാരമായ കാര്യമല്ല. കേൾക്കുമ്പോൾ എളുപ്പം പോലെ തോന്നും. അബ്ദുല്ലാഹ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു അസറിൽ അത് പറയുന്നുണ്ട്. അതായത് ആളുകളുടെ പല സ്നേഹങ്ങളും എന്തിന്റെ അടിസ്ഥാനത്തിൽ, ഭൗതികമായ പല കാരണങ്ങളുടെയും സ്നേഹത്തിലായിരിക്കും ആളുകൾ ഇഷ്ടപ്പെടുക. എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ ഉണ്ടാവും അവനൊരു ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ. അങ്ങനെയാണ് ആളുകൾ പരസ്പരം എപ്പോഴും ഇഷ്ടപ്പെടുക. ചിലപ്പോൾ സമ്പത്തായിരിക്കാം, ചിലർക്ക് സൗന്ദര്യമായിരിക്കാം, ചിലർക്ക് പദവികളും സ്ഥാനങ്ങളൊക്കെ ആയിരിക്കാം. അത് വളരെ ഇഖ്ലാസോടുകൂടി നമ്മൾ പരിശോധിക്കേണ്ട കാര്യമാണ്. നമ്മൾ എന്തിനാണ് ഇന്നാളെ ഇഷ്ടപ്പെട്ടത്? ആ ഇഷ്ടപ്പെടാനുള്ള ഒരേ ഒരു മാനദണ്ഡമേ ഉള്ളൂ ദുനിയാവിൽ, അള്ളാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി മാത്രം. ആ ഇഷ്ടം അത് ഒരുപോലെയല്ല എല്ലാവരോടും, വ്യത്യസ്ത ദർജയിലാണ്. നീ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുക അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ അനുസരിക്കുന്നവൻ, വേറെ വൃത്താനില്ല. അള്ളാഹുവിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവൻ നീ ഇഷ്ടപ്പെട്ടിരിക്കണം.
അവൻ നിന്നെ വെറുക്കുന്നവനായാലും ശരി, ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാരണങ്ങൾ കൊണ്ട്, തെറ്റിദ്ധാരണകൾ കൊണ്ട് ഒരുപക്ഷെ ആ വ്യക്തി നിന്നെ വെറുക്കുന്നുണ്ടാകാം. പക്ഷെ അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ അനുസരിക്കുന്ന കാര്യത്തിൽ ഏറ്റവും വലിയ പദവിയിലാണെങ്കിൽ അവനെ നിനക്ക് ഇഷ്ടപ്പെടുക എന്നുള്ളത് നിർബന്ധമാണ്. അവനെ നീ ഇഷ്ടപ്പെടണം, അവനെ വെറുക്കാൻ പാടില്ല. അവൻ അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടണം. അള്ളാഹുവിന്റെ വലിയ ഒരാളെ, അള്ളാഹുവിന് മാത്രം ഇബാദത്ത് ചെയ്യുന്ന വളരെയധികം പുണ്യങ്ങൾ നിറഞ്ഞൊരു വ്യക്തിയെ ഒരിക്കലും നമുക്ക് വെറുക്കാൻ പാടില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിൽ അയാളെ ഇഷ്ടപ്പെടൽ നിർബന്ധമായി അയാൾ ഇഷ്ടപ്പെടണം. ഒരിക്കലും വെറുക്കാൻ പാടില്ല. ഒരു മുസ്ലിമിനെ, ഒരു മുഅ്മിനിനെ ഒരിക്കലും നമുക്ക് വെറുക്കാൻ പാടില്ല. എങ്ങനെയാണ് വെറുക്കേണ്ടത്? ഇൻഷാ അല്ലാഹ് അത് വരുന്നുണ്ട്. അപ്പൊ രണ്ടാമത്തെ കാര്യം അതാണ്, അതിനെ മഹബത്തിന് അനിവാര്യമാക്കുന്ന കാര്യങ്ങൾ അവൻ പൂർത്തിയാക്കണം. മൂന്നാമത്തെ കാര്യം അത് വരുന്നത് അതിനെതിരാകുന്ന കാര്യത്തെ നീ എന്ത് ചെയ്യണം? ചെറുക്കണം. അതാണ് പറഞ്ഞത്, അതായത് നീ നരകത്തിൽ പ്രവേശിക്കുന്നത്, തീയിൽ പ്രവേശിക്കുന്നത് എത്രത്തോളം വെറുക്കുന്നുവോ അതുപോലെ നീ തിരിച്ചു കുഫറിലേക്ക് പോകുന്നതിനെ നീ വെറുക്കണമെന്നാണ്. അതായത് നമുക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പുണ്ടാകേണ്ടത് കുഫറിനോടാണ്. ഷിർക്കിനോടും കുഫറിനോടുമായിരിക്കണം നമുക്ക് ഏറ്റവും കൂടുതൽ വെറുപ്പുണ്ടാകേണ്ടത്. നമ്മളൊരു തീയിൽ വീഴുന്നത് എത്രത്തോളം നമ്മൾ വെറുക്കുന്നുവോ അതിനേക്കാൾ നമ്മൾ വെറുക്കേണ്ട കാര്യമാണ് നമ്മളിതെല്ലാം ഹിദായത്തിൽ എത്തിയതിനു ശേഷം വീണ്ടും ആ ഷിർക്കിലേക്കോ കുഫറിലേക്കോ. ചില പണ്ഡിതന്മാർ ഇത് വൻപാപത്തിനെയും ഖിയാസാക്കിയിട്ടുണ്ട്. അതായത് ഒരു വൻപാപത്തിൽ നിന്ന് ഒരാൾ തൗബ ചെയ്ത് രക്ഷപ്പെട്ടു വന്നു, അള്ളാഹു ഹറാമാക്കിയ ഒരു വൻപാപത്തിൽ മുഴുകിയിരുന്ന ഒരാൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നു, അതിലേക്ക് വീണ്ടും തിരിച്ചു പോകുക എന്ന് പറയുന്നത് അവൻ തന്നെ തീയിൽ കൊണ്ടിടുന്നതിനോട് എത്ര വെറുപ്പുണ്ടോ അതുപോലെ വെറുക്കണം. കാരണം ഇത് നമ്മളെ തീയിലേക്ക് എത്തിക്കുന്ന കാര്യമാണ്. കുഫറും ഷിർക്കും വൻപാപങ്ങളും മനുഷ്യനെ തീയിലേക്ക് എത്തിക്കുന്ന കാര്യമാണ്. അതുപോലെ വെറുക്കേണ്ടതുണ്ട്. ഇവിടെ പണ്ഡിതന്മാർ പറയുന്നു, ഒരു കുഫറിനെയും ഷിർക്കിനെയും വെറുക്കുക എന്ന് പറഞ്ഞാൽ അതിനെ മാത്രം വെറുക്കുക എന്നുള്ളതല്ല. കാരണം കുഫറും ഷിർക്കും വെറുതെ ഉണ്ടാവുന്ന കാര്യമല്ല, അത് ആളുകൾ ചെയ്യുമ്പോഴാണ് ഉണ്ടാകുന്നത്. കുഫർ എപ്പോഴാണ് ഉണ്ടാകുന്നത്? ഒരാൾ അത് പ്രവർത്തിക്കുമ്പോൾ ആ പ്രവർത്തിക്കുന്ന വ്യക്തിയെ നമ്മൾ വെറുക്കേണ്ടതുണ്ട്. കുഫർ ചെയ്യുന്നവനാണ് കാഫിർ, ഷിർക്ക് ചെയ്യുന്നവനാണ് മുശ്രിക്. കാഫിറിനെയും മുശ്രിക്കിനെയും ഒരാൾ വെറുക്കേണ്ടതുണ്ട്. കാഫിറിനെയും മുശ്രിക്കിനെയും വെറുക്കാതെ ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയുള്ള മഹബ്ബത്ത് അത് ശരിയാവുകയില്ല. അള്ളാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടണം, അള്ളാഹുവിന് വേണ്ടി വെറുക്കണം. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല കുഫറിനെയും കാഫിരീങ്ങളെയും അള്ളാഹു വെറുക്കുന്നു. അള്ളാഹു വെറുക്കുന്നവരെ വെറുക്കുക എന്നുള്ളത് അള്ളാഹുവിനുള്ള മഹബത്തിൽപ്പെട്ട കാര്യമാണ്. ഒരാൾക്ക് അള്ളാഹുവിന് ഇഷ്ടമാണ്, റസൂലിന് ഇഷ്ടമാണെന്ന് പറയുകയും അള്ളാഹുവിന്റെയും റസൂലിന്റെയും ശത്രുക്കളെ സ്നേഹിക്കുകയും ചെയ്യുക എന്നുള്ളത് ഒരിക്കലും ശരിയാവുകയില്ല. കാരണം ഒരേ സമയത്ത് ഒരാളെ ഇഷ്ടപ്പെടുകയും അയാളുടെ ശത്രുവിനെ ഇഷ്ടപ്പെടുകയും ചെയ്യുക എന്നുള്ളത് ശരിയാവുകയില്ല. എങ്ങനെയാണ് ശരിയാവുക? നീ ഒരാളെ ഭയങ്കരമായി ഇഷ്ടപ്പെടുന്നു, അതോടൊപ്പം തന്നെ അയാളുടെ ശത്രുവിനെ ഇഷ്ടപ്പെടുന്നു, അതെങ്ങനെയാണ് സാധിക്കുക? ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞതുപോലെ, അതുഹിബ്ബു അഅദാ അൽ ഹബീബി വതദ്ദഇ ഹുബ്ബൻ ലഹു മാ ദാക ഫിൽ ഇംകാൻ. നീ നിന്റെ ഹബീബിന്റെ ശത്രുക്കളെ ഇഷ്ടപ്പെടുന്നു, എന്നിട്ട് നീ ഹബീബിനോടുള്ള സ്നേഹം വാദിക്കുകയും ചെയ്യുന്നു. അതൊരിക്കലും സാധ്യമാകുന്ന കാര്യമല്ല. അതൊരിക്കലും റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെടുക, അതോടൊപ്പം തന്നെ കുഫാറുകളെ ഇഷ്ടപ്പെടുക. റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെടുക, യഹൂദികളെ നിനക്ക് ഇഷ്ടപ്പെടുക. റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെടുക, അതോടൊപ്പം തന്നെ നീ നസ്രാണികൾ ഇഷ്ടമാണെന്ന് പറയുക. റസൂലുള്ളാഹിനെ ഇഷ്ടപ്പെടുക, അതുപോലുള്ള ബഹുദൈവാരാധകരെ നിനക്ക് ഇഷ്ടമാണെന്ന് പറയുക. അവരോടും നിനക്ക് സ്നേഹമുണ്ടെന്ന് പറയുക. ഇത് രണ്ടും ഒരുമിക്കുകയില്ല. കാരണം അള്ളാഹുവും റസൂലും മുശ്രിക്കുകളോട്, കുഫാറുകളോട് ബന്ധവിച്ഛേദനം പ്രഖ്യാപിച്ചിരിക്കുന്നു, അവരോട് വെറുപ്പാണെന്ന് അറിയിച്ചിരിക്കുന്നു. അള്ളാഹുവിന് കുഫർ പ്രവർത്തിക്കുന്നവരെയും ഷിർക്ക് പ്രവർത്തിക്കുന്നവരെയും വെറുപ്പാണ്. അതുകൊണ്ട് അള്ളാഹുവിനോടുള്ള സ്നേഹത്തിന്റെ അതിന്റെ തഹ്ഖീഖിൽ, അത് സാക്ഷാത്കരിക്കാൻ, അത് സത്യസന്ധമാണെന്ന് പ്രഖ്യാപിക്കാൻ നീ ചെയ്യേണ്ട കാര്യമാണ് കുഫറിനെ നീ വെറുക്കുക, കുഫറിന്റെ ആളുകളെയും വെറുക്കുക. ഷിർക്കിനെ നീ വെറുക്കുക, ഷിർക്കിന്റെ ആളുകളെയും വെറുക്കുക. പക്ഷെ ഇസ്ലാമിന് അതിൻ്റെതായ മാനദണ്ഡങ്ങളുണ്ട്. ഷിർക്കിന്റെയും കുഫറിന്റെയും ആളുകൾ വെറുക്കുക എന്ന് പറഞ്ഞാൽ അവരോട് അന്യായം ചെയ്യുക എന്നുള്ളതല്ല. ഇസ്ലാം ഒരു തരത്തിലുള്ള അന്യായവും ഒരാളോടും ചെയ്യാൻ നമ്മോട് അനുശാസിച്ചിട്ടില്ല. ഒരാളോടും ഒരു തരത്തിലുള്ള അന്യായം നമുക്ക് ചെയ്യാൻ പാടില്ല, അവരോടൊരു അക്രമവും നമ്മൾ ചെയ്യാൻ പാടില്ല. പക്ഷെ ഹൃദയത്തിൽ കുഫറിനെയും കുഫറിന്റെ ആളുകളെയും ഷിർക്കിന്റെ ആളുകളെയും വെറുക്കുക എന്നുള്ളത് നിർബന്ധമായ കാര്യമാണ് എന്ന് ഈ ഹദീസിൽ മനസ്സിലാക്കണം. അങ്ങനെയുള്ള ആളുകൾക്ക് മാത്രമേ യഥാർത്ഥത്തിലുള്ള മഹബ്ബത്തുല്ലാഹ്, അള്ളാഹുവിനോടുള്ള സ്നേഹം, അത് സത്യസന്ധമായ സ്നേഹമായി മാറ്റാൻ സാധിക്കുകയുള്ളൂ. അതല്ലാതെ അവർ നിസ്കരിക്കുന്ന ആളുകളാണ്, നോമ്പ് നോൽക്കുന്ന ആളുകളാണ്, മറ്റു പല ഇബാദത്തുകൾ ചെയ്യുന്നു,
അതുകൊണ്ടൊന്നും കാര്യമില്ല. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ മഹബ്ബത്ത് പൂർണ്ണമാകണമെങ്കിൽ ഈ 3 കാര്യങ്ങൾ, ഈ 3 റുക്നുകൾ അത് കൃത്യമായി പൂർത്തിയാക്കണം. ഒന്ന് അതിന്റെ പൂർത്തീകരണമാണ്. മറ്റെന്തിനേക്കാളും അള്ളാഹുവിനെ റസൂലിനെയും അവൻ ഇഷ്ടപ്പെടേണ്ടതുണ്ട്. രണ്ടാമത്തെ കാര്യം, അവൻ അള്ളാഹു ഇഷ്ടപ്പെടുന്നവരെ ഇഷ്ടപ്പെടണം. മൂന്നാമത്തെ കാര്യം, കുഫ്റിനെ അവൻ ഇഷ്ടപ്പെടണം, കുഫ്റിനെ അവൻ വെറുക്കണം. അതുപോലെ കുഫ്റിന്റെ ആളുകളെയും അവൻ വെറുക്കണം. ഇത് 3 ഉണ്ടെങ്കിൽ മാത്രമാണ് അവൻ യഥാർത്ഥത്തിലുള്ള ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കുകയുള്ളൂ. വഫി റിവായത്തിൻ മാ യജിദു അഹദുൻ ഹലാവത്തുൽ ഈമാൻ എന്ന് പറഞ്ഞിട്ടാണ് ആ ഹദീസ് പറയുന്നത്. നിങ്ങളിൽ ഒരാളും ഈമാനിന്റെ രുചി ആസ്വദിക്കുകയില്ല എന്ന് പറഞ്ഞിട്ട് ഏതുവരെ? ഹത്ത, ഈ പറയുന്ന കാര്യങ്ങളല്ല, ഈ 3 കാര്യങ്ങളും ചെയ്യുന്നത് വരെ നിങ്ങൾക്ക് ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കാൻ സാധിക്കുകയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സഹോദരങ്ങൾ, അതുകൊണ്ട് തന്നെ വളരെ ഗൗരവമുള്ള കാര്യമാണിത്, വളരെ ഗൗരവമുള്ള കാര്യമാണിത്. അടുത്തതായി അദ്ദേഹം കൊടുത്ത ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയുടെ ഹദീസ് കാണാം. അതിൽ വളരെ കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട് ഈ ഹദീസിന്റെ, ഈ അസറിന്റെ സിഹത്തിനെ കുറിച്ച്, അതിന്റെ സനദ് പരമ്പരയെ കുറിച്ച് ചില അഭിപ്രായ വ്യത്യാസങ്ങളോട് ചിലർ ദുർബലമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മുസ്ലിം ഉമ്മത്തിൽ ഈ അസറിന്റെ മത്തിൻ അത് സഹീഹാണ് എന്നുള്ള കാര്യത്തിൽ രണ്ടഭിപ്രായമില്ല, ഇജ്മാ ഉള്ള കാര്യമാണ്. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ അത് വിശദീകരിക്കുന്നത്. എന്താണത്? അദ്ദേഹം പറയുന്നു, മൻ അഹബ്ബ ഫില്ലാഹ് വ അബ്ഗള ഫില്ലാഹ് വ വാല ഫില്ലാഹ് വ ആദാ ഫില്ലാഹ് ഫഇന്നമാ തുനാലു വിലായത്തുല്ലാഹി ബിദാലിക്. അദ്ദേഹം പറയുന്നത്, ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി സ്നേഹിച്ചു, ആരെങ്കിലും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ഒരാളെ വെറുത്തു, അല്ലാഹുവിന് വേണ്ടി അവൻ ബന്ധം വെച്ചു പുലർത്തി, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി അവൻ ബന്ധവിച്ഛേദനം നടത്തി, എങ്കിൽ അതിലൂടെയാണ് അവൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിലായത്ത്, അള്ളാഹു അവന്റെ രക്ഷാധികാരിയായി മാറുക എന്ന കാര്യം അവൻ നേടിയെടുക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറഞ്ഞത് കാണാൻ സാധിക്കും. എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട്, വലൻ യജിദ് അദ്ലു തഅമിൽ ഈമാനി വഇൻ കസറത് സ്വലാത്തുഹു വസൗമുഹു ഹത്താ യകൂന കദാലിക്. ഒരാൾ എത്രയെല്ലാം, ഒരടിമ ഒരിക്കലും എത്രയെല്ലാം നിസ്കാരങ്ങൾ വർദ്ധിപ്പിച്ചാലും, അവന്റെ നോമ്പ് വർദ്ധിപ്പിച്ചാലും, അവനൊരിക്കലും അതിന്റെ മാധുര്യം, വിശ്വാസത്തിന്റെ മാധുര്യം അത് അനുഭവിക്കാൻ സാധിക്കുകയില്ല. വഖദ് സാറത് ആമത്തു മുആഖാത്തിൻ നാസി അലാ അംരി ദുനിയ വദാലിക ലാ യജ്ദി അലാ അഹ്ലിഹി ഷൈഅ. ജനങ്ങളിൽ അധിക ആളുകളും ഇന്ന് ഈ ഒരു രൂപത്തിലുള്ള ബന്ധമാണ് വെച്ചു പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. അതാകട്ടെ അതിന്റെ വക്താക്കൾക്ക്, അതിന്റെ ആളുകൾക്ക് നാളെ ആഖിറത്തിൽ യാതൊരു ഉപകാരവും ചെയ്യുകയില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി ഇഷ്ടപ്പെടണം, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി വെറുക്കണം. ഇതിന് നമുക്ക് സാധിക്കണം. അല്ലാഹുവിന് വേണ്ടി ആളുകളോടുള്ള ബന്ധം സ്ഥാപിക്കണം, അല്ലാഹുവിന് വേണ്ടി വെറുക്കാനും സാധിക്കണം. ഒരാളെ നമുക്ക് ഭയങ്കര ഇഷ്ടമാണ്, അയാൾ നല്ല അല്ലാഹുവിന് വേണ്ടിയിട്ടുള്ള ഇബാദത്തുകളിൽ നന്നായി ഉഷാറാണ്, അയാളോട് നല്ല ബന്ധവും നല്ല സ്നേഹവും ഉണ്ട്. എപ്പോൾ അയാൾ അതിൽ നിന്നും തെറ്റിപ്പോകുന്നുവോ അതോടുകൂടി നമുക്ക് അയാളെ അതുപോലെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല. അയാൾ പൂർണ്ണമായി അള്ളാഹുവിന്റെ ശത്രുവാകുന്ന ഒരവസ്ഥ എത്തിയാൽ, ഷിർക്കിലേക്കോ കുഫ്രിലേക്കോ എത്തിയാൽ, നമുക്ക് പിന്നീട് അയാളോടുള്ള ബന്ധം അത് വെച്ചു പുലർത്താൻ സാധിക്കുകയില്ല. അതല്ലാത്ത രൂപത്തിൽ ആളുകൾ എന്തെല്ലാം ബന്ധങ്ങൾ ദുനിയാവിൽ ഉണ്ടാക്കിയാലും അത് നാളെ പരസ്പരം അന്യോന്യം ശത്രുക്കളായിരിക്കും. അല്ലാഹു തആല പറഞ്ഞതുപോലെ, അൽഅഖില്ലാഉ യൗമഇദിൻ ബഅ്ളുഹും ലിബഅ്ളിൻ അദു. അന്നേ ദിവസം കൂട്ടുകാരെല്ലാം തന്നെ പരസ്പരം ശത്രുക്കളായിരിക്കും. ഇല്ലൽ മുത്തഖീൻ, തഖ്വയുള്ള ആളുകൾ ഒഴികെ. ഈമാനിന്റെയും തഖ്വയുടെയും അടിസ്ഥാനത്തിൽ ഇന്ന് ആര് ബന്ധം വെച്ച് പുലർത്തിയിട്ടുണ്ടോ നാളെ അവർ കൂട്ടുകാരായിരിക്കും. ആഖിറത്തിലും അവർക്ക് ഇതേ കൂട്ട് കാണാൻ സാധിക്കും. എന്നാൽ അതല്ലാത്ത രൂപത്തിൽ പല രൂപത്തിലുള്ള ബന്ധം വെച്ച് പുലർത്തുന്ന ആളുകളുണ്ട്. അവരുടെ കമ്പനിയിലുള്ള ആളുകളുള്ള ബന്ധം, അവരുടെ ക്ലബിലുള്ള ആളുകളുള്ള ബന്ധം, നാട്ടുകാരാണെന്നുള്ള ബന്ധം, തന്റെ രാഷ്ട്രീയ പാർട്ടിയിൽ വർത്തിക്കുന്നു എന്നുള്ള ബന്ധം, ഇനി ചില നേതാക്കന്മാരെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്, അതിന്റെ പേരിലുള്ള ബന്ധം. ഈ പറയുന്ന എല്ലാ ബന്ധങ്ങളും അത് നാളെ ഉപകരിക്കുകയില്ല എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അല്ലാഹു തആല പറഞ്ഞതുപോലെ, ആ കൂട്ടുകാരെല്ലാം യൗമഇദിൻ ബഅ്ളുഹും ലിബഅ്ളിൻ അദു, പരസ്പരം ശത്രുക്കളായിരിക്കും. മുത്തഖീങ്ങൾക്ക് മാത്രമേ അവരുടെ ബന്ധം ആഖിറത്ത് വരെ എത്തുകയുള്ളൂ. അല്ലാത്ത ആളുകളുടെ ബന്ധം മരിച്ചതോടുകൂടി തീരുമെന്ന് മാത്രമല്ല, അവർ നാളെ ശത്രുക്കളായിരിക്കും. അതിൽ നമ്മൾ കാണാൻ സാധിക്കും, ഒരേ കൂട്ടത്തിൽ കാണുന്ന പല രൂപത്തിലുള്ള പല ഹറാമുകളിൽ ഒരുമിച്ച് വർത്തിക്കുന്ന ആളുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. പല ഫാൻസിന്റെ ആളുകൾ, പല കമ്പനിയുടെ ആളുകൾ, പല രൂപത്തിലുള്ള ആളുകൾ, ഇവരെല്ലാം നാളെ ഏറ്റവും വലിയ ശത്രുക്കളായി തീരും. അവർ ദുനിയാവിൽ ഒറ്റക്കെട്ടായി അവർ
നിലകൊണ്ടാലും. അവസാനത്തെ ഒരു അസറും കൂടി വായിച്ച് നിർത്തുകയാണ്. വഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഫീ ഖൗലിഹി തആല, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ഒരു ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ്, അന്നേ ദിവസം എല്ലാ ബന്ധങ്ങളും മുറിഞ്ഞു പോകുന്നതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഖാല അൽ മവദ്ദ, അദ്ദേഹം പറഞ്ഞത് അത് സ്നേഹമാണ് എന്നാണ്. അതായത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മാർഗത്തിലല്ലാതെ സ്നേഹിക്കുന്ന മുഴുവൻ ബന്ധങ്ങളും അന്നേ ദിവസം അറ്റുപോകുന്നതാണ്, അത് നിലനിൽക്കുകയില്ല എന്നാണ് അതുകൊണ്ട് ഉദ്ദേശം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, ഈ അധ്യായത്തിന്റെ ചുരുക്കം നമ്മൾ മനസ്സിലാക്കേണ്ടത് തൗഹീദിന്റെ ഇബാദത്തിന്റെ മജ്ജയിൽപ്പെട്ട കാര്യമാണ് മഹബ്ബത്തുല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സ്നേഹിക്കുക എന്നുള്ളത്. ഏതൊരു ഇബാദത്തിലും മഹബ്ബത്തില്ലാതെ, അള്ളാഹുവിനോടുള്ള സ്നേഹമില്ലാതെ അത് യഥാർത്ഥത്തിലുള്ള ഇബാദത്താവുകയില്ല. ഇബാദത്തിന്റെ മജ്ജയാണ്. എന്നാൽ ആ മഹബ്ബത്ത് എന്ന് പറയുന്നത് അത് വെറുതെ ഒരാൾക്ക് വാദിക്കാൻ കഴിയുന്ന കാര്യമല്ല. മഹബ്ബത്ത് എന്ന് പറയുന്നത് അതിന് ചില അടയാളങ്ങളുണ്ട്. ആ അടയാളങ്ങൾ നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ നമുക്ക് തെളിയിച്ചു കൊടുക്കേണ്ടതുണ്ട്. അതില്ലാതെ ഒരിക്കലും തന്നെ അത് മഹബ്ബത്തുൻ സാദിഖ, സത്യസന്ധമായ മഹബ്ബത്ത് ആയി തീരുകയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ ഇഷ്ടപ്പെടാനും അവൻ ഇഷ്ടപ്പെടുന്നതിനെ ഇഷ്ടപ്പെടാനും അവനെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളെ ഇഷ്ടപ്പെടാനും അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യുമാറാകട്ടെ. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ നാളെ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വഹാദാ വല്ലാഹു തആല അഅലം വസല്ലല്ലാഹു അലാ നബീന മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.